അപ്പോ നമ്മൾ ഇന്നിവിടെ ഗ്യാദർ ചെയ്തിരിക്കുന്നതിന് ഒരു ലക്ഷ്യമുണ്ട്. നമ്മളിവിടെ അഡ്മിഷൻ എടുക്കുന്ന സമയം തൊട്ടിട്ട് അല്ലെങ്കിൽ നമ്മുടെ ലേൺവേഴ്സിൽ ജോയിൻ ചെയ്യുന്ന എല്ലാവരോടും നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമായിരുന്നു, നിങ്ങൾക്കൊരു ഓറിയന്റേഷൻ സെഷൻ ഉണ്ട്. അധികം വൈകാതെ തന്നെ നിങ്ങൾക്കൊരു ഓറിയന്റേഷൻ സെഷൻ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഒഫീഷ്യലി നിങ്ങളുടെ പഠനത്തിലോട്ട് നിങ്ങൾ കടക്കും എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ എന്താ പറയുക, ഒരു മാസത്തോളം അല്ലെങ്കിൽ 2 മാസത്തിനടുത്തൊക്കെ കാത്തിരുന്നതിന് ശേഷം നമ്മൾ നമ്മുടെ ഓറിയന്റേഷൻ 9.0 എന്ന് പറയുന്ന ഫേസിലോട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു സെഷന് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ആക്റ്റീവായിട്ട് കൊണ്ടുപോകണം. അതിന് നിങ്ങളുടെയൊക്കെ പാർട്ടിസിപ്പേഷൻ അത്യാവശ്യമാണ്. അപ്പോൾ നമ്മളുടെ സെഷനിലോട്ട് കടക്കുന്നതിനേക്കാൾ മുമ്പ് ഞാൻ ആദ്യം എന്നെ പരിചയപ്പെടുത്താം. എൻ്റെ പേര് രാഖി, കൊമേഴ്സിലെ മെൻറ്ററാണ്. കൊമേഴ്സ് ഒരുപാട് കോം സ്റ്റുഡൻസിന് കുറച്ച് പേർക്കൊക്കെ എന്നെ അറിയായിരിക്കും. അതുപോലെ തന്നെ എൻ്റെ കൂടെ ദുർഗ മാം ഉണ്ട്, കൊമേഴ്സിലെ മെൻറ്റർ തന്നെയാണ്. കൂടാതെ നൂറ മാമും നമ്മുടെ കൂടെ ഉണ്ട്. അപ്പോ നമ്മളെല്ലാവരും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. ഈ സെഷൻ നിങ്ങൾ എന്ത് ചെയ്യുക, പരമാവധി നിങ്ങൾ എന്ത് ചെയ്യാനായിട്ട് നോക്കുക, ആക്റ്റീവായിട്ട് കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ പരമാവധി ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ സെഷനിലോട്ട് നമുക്ക് പോവാം. അപ്പൊ നമ്മുടെ ഒഫീഷ്യലി നമ്മളുടെ എന്താണ് ഓറിയന്റേഷൻ ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. ഇഗ്നൈറ്റ്, ഇന്നോവേറ്റ്, ഇന്റഗ്രേറ്റ്, ഇതാണ് ഇപ്രാവശ്യം നമ്മുടെ ഓറിയന്റേഷന്റെ സ്ലോഗൻ. കഴിഞ്ഞൊരു സൈക്കിൾ മുതൽ നമ്മൾ ഓറിയന്റേഷൻ ഒരു തീം അല്ലെങ്കിൽ ഒരു ടാഗ് ലൈൻ ആയിട്ട് നമ്മൾ മുമ്പോട്ട് വരാറുണ്ട്. അപ്പോൾ ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നതിന്റെ മെയിൻ സ്ലോഗൻ, അല്ലെങ്കിൽ ഇന്നത്തെ ഒരു സെഷൻ മാത്രമല്ല, നിങ്ങളുടെ അക്കാഡമിക് കെയർ പോകുന്നത് ഈ ഒരു സ്ലോഗൻ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, ശ്രമിക്കുന്നത്. അപ്പൊ ഈ സെഷന്റെ പേരിലോട്ട് നമുക്ക് പോവാം. ദ സ്പാർക്ക്, കിക്ക് ഓഫ് ആൻഡ് കമ്മ്യൂണിറ്റി ബിൽഡിംഗ്. അപ്പൊ പേരിൽ പറയുന്ന പോലെ തന്നെ ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറഞ്ഞ ഒരു കിക്ക് ഓഫ് ആണ്. നിങ്ങളുടെ ഒഫീഷ്യൽ ആയിട്ടുള്ള അക്കാഡമിക് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളുടെ എന്ത് ചെയ്യുക, ടീം മെമ്പേഴ്സിനെ നിങ്ങൾക്ക് പരിചയപ്പെടാൻ, നിങ്ങളുടെ ബാച്ച്മേറ്റ്സിനെ പരിചയപ്പെടാനുള്ള ഒരു പ്ലാറ്റ്ഫോം. അതിനോടൊപ്പം തന്നെ എന്താ പറയാ, ഒരു കമ്മ്യൂണിറ്റി ബിൽഡിംഗ്. നിങ്ങൾക്ക് എന്താ പറയാ, നിങ്ങളുടെ ഒപ്പമുള്ളവർ ആരൊക്കെയാണ് അവരൊക്കെ ആയിട്ടൊന്ന് പരിചയപ്പെടാനും, അല്ലറ ചില്ലറ ചെറിയ എന്താ ഫൺ ഗെയിംസിലൂടെ നിങ്ങൾക്ക് കൂടുതൽ രസകരമായിട്ട് രീതിയിൽ ഈ ഒരു സെഷൻ എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഇന്നത്തെ ഒരു സെഷൻ. നമ്മൾ അല്ലെങ്കിൽ അക്കാഡമിക് ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നിങ്ങളെ ഇതിലോട്ട് ഒന്ന് പതുക്കെ ട്രാക്കിലോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമ്മൾ അൺഒഫീഷ്യൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു സെഷൻ നമ്മൾ വെച്ചിരിക്കുകയാണ്. അപ്പോ നമുക്ക് എന്താ, അപ്പൊ നമ്മൾ വീണ്ടും നിങ്ങളെ വെൽക്കം ചെയ്യാണ്. വെൽക്കം ടു ഓറിയന്റേഷൻ പ്രോഗ്രാം 9.0. ഓക്കെ, ഇന്നത്തെ സെഷന്റെ ഒരു ഓവർവ്യൂ ഉണ്ട്. അപ്പൊ നമ്മുടെ സെഷന്റെ ഓവർവ്യൂ പറയാനായിട്ട് ഞാൻ ദുർഗ മാമിനെ വെൽക്കം ചെയ്യാണ്. ദുർഗ. ഓക്കെ, അപ്പം രാഖി മാം എല്ലാവരും നിങ്ങളെ പരിചയപ്പെടുത്തി. എന്റെ പേര് ദുർഗ എന്നാണ്, കൊമേഴ്സ് ആൻഡ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് മെന്റർ ആണ്. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ നിങ്ങളുടെ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്യാണ് അല്ലെ. നമ്മളിപ്പം കുറെ ജോയിൻ ചെയ്ത് ഒരുപാട് നാളായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന ഒരു സെഷൻസ് ആണ്. ഇപ്പൊ നിങ്ങൾ എല്ലാവരും ഓറിയന്റേഷൻ എന്ന് കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഫസ്റ്റ് സെഷൻ ആണ് ഇന്ന്. അപ്പൊ നമുക്കറിയാം, നമ്മളെല്ലാവരും പരസ്പരം ഒന്ന് പരിചയപ്പെടാനും എന്താണ് ലേൺ വൈസ്, എന്താണ് ഇഗ്നോ എന്നുള്ളതിനെ നിങ്ങൾ ഒരു മൈൻഡ് സെറ്റ് ആക്കി, അല്ലെങ്കിൽ നിങ്ങളുടെ മൈൻഡ് ഒന്ന് സെറ്റ് ആക്കി നിങ്ങളുടെ സ്റ്റഡീസിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ഓറിയന്റേഷന്റെ എയിം എന്ന് പറയുന്നത്. അപ്പൊ അതിലെ ഏറ്റവും ബിഗിനിങ് സ്റ്റേജ് ആണ്, അല്ലെങ്കിൽ ഒരു ബിഗിനിങ് ആയിട്ടുള്ള ഒരു സെഷൻ ആണ് ഇന്ന് നമ്മൾ അത്യാവശ്യം ഒരു കൂൾ ഓഫ് മൈൻഡ് ആയിട്ട് കളിച്ചും ചിരിച്ചും ഒക്കെ നമ്മൾ ലേൺ വൈസ് ടീമിലേക്ക് ഒന്ന് എൻഗേജ്ഡ് ആവുന്ന ഒരു ഡേ ആണ്. ഇപ്പം എന്നെ കൂടുതലായിട്ടും ആരും കണ്ടിട്ടുണ്ടാവില്ല, രാഖി മാമിന്റെ ലേണേഴ്സ് ആയിരിക്കും. എങ്കിലും നമുക്ക് ഈ പറഞ്ഞ പോലെ എന്താണ്, ഇനിയും ഒരുപാട് സെഷൻസിലൊക്കെ കാണാനുള്ളതാണ് നമ്മൾ പരസ്പരം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം രാഖി മാം പറഞ്ഞിരുന്നു നമുക്കൊരു തീം ഉണ്ടെന്നല്ലേ. അതായത് നിങ്ങളിപ്പോ ഒരുപാട് പേരും ഒരു ബ്രേക്കിന് ശേഷം, അപ്പം അറ്റ്ലീസ്റ്റ് ഒരു 1 ഇയറിന്റെ ബ്രേക്കിന് ശേഷം പഠിക്കാനായിട്ട് എത്തിയിട്ടുള്ളവരുണ്ടാവാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഡിഗ്രിക്ക് ശേഷം ഫ്രഷ് ആയിട്ട് പഠിക്കാനായിട്ട് എത്തിയിട്ടുള്ളവരുണ്ടാവും. പല കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് ഉണ്ടാവും. അപ്പൊ നമ്മുടെ തീം നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു, ഇഗ്നൈറ്റ്, ഇന്നോവേറ്റ് ആൻഡ് ഇന്റഗ്രേറ്റ് എന്നാണ്. അതായത് നിങ്ങളുടെ ഒരു സ്പാർക്ക്, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു നിങ്ങളുടെ ഉള്ളിലുള്ള ആ ഒരു സ്റ്റഡീസിനോടുള്ള ഒരു സ്പാർക്ക് നിങ്ങളിലേക്ക് അതിങ്ങനെ കത്തി ജ്വലിച്ച്, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ആ ഒരു ഫുൾ ഫ്ലെയിമിൽ എത്തിക്കാനുള്ള എല്ലാ ഹെൽപ്പും ഈ ലേൺ വൈസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാവും. അപ്പൊ അതിനായിട്ട് എല്ലാ ഇനിഷ്യേറ്റീവ്സും, ഇപ്പം എന്താ പറയാ, ടെക്നോളജീസ് യൂസ് ചെയ്തുകൊണ്ടുള്ള ക്ലാസ്സസ് ആയിക്കോട്ടെ, നോട്ട്സ് ആയിക്കോട്ടെ, അങ്ങനെ ഫുൾ സപ്പോർട്ടോട് കൂടി നിങ്ങളെ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ ഈ കാര്യങ്ങളെല്ലാം ഇന്റഗ്രേറ്റ് ചെയ്ത്
നിങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ബെസ്റ്റ് റിസൾട്ടിനായിട്ട് പ്രവർത്തിക്കുന്നതാണ് നമ്മുടെ ലേൺ വൈസ്. അപ്പൊ അതെല്ലാം നിങ്ങൾക്ക് നല്ല രീതിയിൽ യൂസ്ഫുൾ ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. അതുപോലെ തന്നെ നമുക്ക് ഓൾറെഡി ഞാൻ പറഞ്ഞിരുന്നു, ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നിങ്ങളിപ്പോ പലരും പല ടെൻഷൻ സ്റ്റേജിലൂടെ കടന്നു പോകുന്നവരായിരിക്കും. നമ്മൾ എങ്ങനെ പഠിച്ചെടുക്കും, അല്ലെങ്കിൽ എന്താണ് ഇഗ്നോ, എങ്ങനെയായിരിക്കും ഇഗ്നോയുടെ എക്സാംസ്, എങ്ങനെയായിരിക്കും നമ്മൾ ലേൺ വൈസിലെ ക്ലാസ്സസ് ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഒരു സ്റ്റേജ് ആയിരിക്കും. അപ്പൊ അതിനൊക്കെ മുന്നേ ആയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു മൈൻഡ് ഒന്ന് ഫ്രീ ആക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് നമ്മൾ പല ഗെയിംസിലൂടെയാണ് ഈ ഒരു സെഷൻ കടന്നു പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറച്ച് കാലം മുന്നേ, അല്ലെങ്കിൽ ഒരു സ്കൂൾ ലൈഫ്, ഒരു കോളേജ് ലൈഫിലേക്കൊക്കെ എത്തിയ ഒരു ഫീല് നമുക്ക് ഈ ഒരു സെഷൻ കഴിയുമ്പോൾ ഫീൽ ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ഒരു ഫീഡ്ബാക്ക് നമുക്ക് അവൈലബിൾ ആവും നിങ്ങളുടെ ഭാഗത്ത് നിന്നും. പിന്നെ ഓൾറെഡി നമ്മൾ പറഞ്ഞിരുന്നു, ഇനി കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു ഓറിയന്റേഷൻ സെഷൻ എന്ന് പറയുന്നത് 7 to 9 സെഷൻസോളം കണ്ടിന്യൂസ് ആയിട്ട് വരുന്ന ഒരു സെഷനാണ്. അപ്പം ഇനി നമുക്ക് ഒരുപാട് സെഷൻസ് ഇഗ്നോനെ കുറിച്ചും ലേൺ വൈസിനെ കുറിച്ചും അതുപോലെ തന്നെ പല രീതിയിലുള്ള എന്താ പറയാ പ്രോഗ്രാംസ് നമുക്ക് ലേൺ വൈസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇംഗ്ലീഷ് ലാംഗ്വേജ്, കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷും കാര്യങ്ങളൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മെന്റലി സപ്പോർട്ടിന് വേണ്ടിയിട്ടൊക്കെ പല രീതിയിലുള്ള പ്രോഗ്രാംസ് ഇഗ്നോയുടെ ഭാഗമായിട്ട്, അല്ലെങ്കിൽ ഇഗ്നോയുടെ നിങ്ങളുടെ സ്റ്റഡീസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് ലേൺ വൈസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതെല്ലാം ഈ ഒരു സെഷനിൽ നിങ്ങൾക്ക് ഇൻക്ലൂഡഡ് ആണ്. ആൻഡ് ഓൾസോ നിങ്ങൾക്ക് ഓൾറെഡി ഒരു ഫോം ഷെയർഡ് ആയിരിക്കും. നിങ്ങളുടെ കറസ്പോണ്ടിങ് മെന്റേഴ്സ് ത്രൂ നിങ്ങൾക്ക് ഒരു ഫോം ഷെയർ ആയിട്ടുണ്ടാവും. അതായത് ഒരു ഗൂഗിൾ ഫോം ആയിരിക്കും അത്. അതായത് നിങ്ങളുടെ എങ്ങനെയാണ്, അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു പ്രോഗ്രാം കംപ്ലീഷൻ ആയിട്ട് എങ്ങനെ നിങ്ങളെ റെഡി ആക്കണം എന്നുള്ളതിന് ഒരു ഓവർവ്യൂ കിട്ടുന്നതിനായിട്ടാണ് ആ ഒരു ഫോം നിങ്ങളിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പൊ ആ ഒരു ഫോമിലൂടെ നിങ്ങൾ എന്താണ് എന്നുള്ളത് നിങ്ങളുടെ മെന്റേഴ്സിന് നിങ്ങൾക്ക് ഒരു ഓവർവ്യൂ കിട്ടുന്നതായിരിക്കും. അപ്പൊ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ട്രാക്ക് അനുസരിച്ച്, അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെയാണ് നമ്മളെ ഫോളോ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ ട്രാക്ക് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ ആ ഒരു ഫോമിലൂടെ ഞങ്ങൾക്ക് അവൈലബിൾ ആവുന്നുണ്ടാവും. അതുകൊണ്ട് മസ്റ്റ് ആയിട്ടും അത് ആരെങ്കിലും ഫില്ല് ചെയ്യാത്തതായിട്ടുണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ആൻഡ് ഓൾസോ നമ്മളിപ്പോ ഈ പറഞ്ഞ പോലെ ഒരു ടൈം ടേബിളിലൂടെ, അല്ലെങ്കിൽ ഒരു ലാസ്റ്റ് ഒരു എന്താ പറയാ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു ജേർണിയിലേക്ക് നമ്മൾ കടക്കാൻ പോവാണ് അല്ലെ. ഇന്നത്തോടു കൂടി നമ്മൾ നല്ലൊരു ജേർണിയിലേക്ക്, നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ ജേർണിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു സെഷനിൽ, അല്ലെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഈ ഒരു ഓറിയന്റേഷൻ സെഷനിൽ നമുക്ക് അല്ലെങ്കിൽ നമ്മൾ നിങ്ങളിലേക്ക് പ്രൊവൈഡ് ചെയ്യുന്നത്. ഓക്കെ മാം, സ്ലൈഡ് ചേഞ്ച് ചെയ്തോളൂ. ഓക്കെ, അപ്പൊ ഓൾറെഡി നമ്മൾ ഈ ഒരു തീമിനെ കുറിച്ച് പറഞ്ഞതാണ് അല്ലെ, എന്താണ് തീം. അപ്പൊ ഈ ഒരു തീം വീണ്ടും നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. ആ ഒരു തീം, അല്ലെങ്കിൽ ആ ഒരു സ്ലൈഡ് നിങ്ങൾക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അവിടെ ഒരു ബൾബ് നമുക്ക് കാണാം, ഒരുപാട് പസിൽസിന്റെ, അല്ലെങ്കിൽ നമ്മൾ കുഞ്ഞു മക്കളൊക്കെ ഉള്ളവരാണെങ്കിൽ അവരൊക്കെ കണ്ടിട്ടുള്ള കാര്യമായിരിക്കും അല്ലെ, ഒരു ഗെയിം പസിൽസിന്റെ പിക്ചറൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതായത് നമ്മൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു സ്പാർക്ക്, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു എഡ്യൂക്കേഷൻ, അല്ലെങ്കിൽ ഒരുപാട് നാളായിട്ട് നമ്മൾ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഇത്രയും ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസിലൂടെ, അല്ലെങ്കിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളിലൂടെ നിങ്ങൾക്ക് അത് ഇന്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന, അല്ലെങ്കിൽ അതിലേക്ക് ആ ഒരു സ്റ്റേജിലേക്ക് നിങ്ങളെ എത്തിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സസും കാര്യങ്ങളും ഒക്കെ ആയിരിക്കും ലേൺ വൈസ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അതെല്ലാം നിങ്ങൾ മാക്സിമം ലെവലിൽ തന്നെ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു സെഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു ഫസ്റ്റ് സെഷൻ എന്ന് പറയുന്നത് നമ്മൾ പരസ്പരം ഒന്ന് പരിചയപ്പെടുക, അല്ലെങ്കിൽ നിങ്ങൾ എന്താണ് എന്നുള്ളത് ലേൺ വൈസിലേക്ക്, അല്ലെങ്കിൽ ലേൺ വൈസ് ടീം മെമ്പേഴ്സിനൊക്കെ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുക എന്നുള്ളതിന്റെ ഭാഗമാണ്. അപ്പം ആരൊക്കെയാണ് നമ്മുടെ എംകോം, നിങ്ങളെല്ലാവരും ഇപ്പം എംകോം ലേണേഴ്സ് ആണല്ലോ. അപ്പം എന്താണ്, അല്ലെങ്കിൽ ആരൊക്കെയാണ് എംകോം ലേണേഴ്സിൽ നിന്നും ഇനിഷ്യേറ്റീവ് എടുത്ത്, അല്ലെങ്കിൽ വോളണ്ടറി നിങ്ങൾ എന്റെ പേരെന്താണ്, അല്ലെങ്കിൽ ഞാൻ എവിടെ നിന്നാണ് വരുന്നത്, ഞാൻ ഇന്നതാണ് എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്നുള്ള രീതിക്ക് പരിചയപ്പെടുത്താനായിട്ട് ആരൊക്കെയാണ് മുന്നോട്ട് വരുന്നത്? നമ്മൾ തുടക്കത്തിലേ പറഞ്ഞിരുന്നു, ഇതൊരു അൺഒഫീഷ്യൽ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള സെഷൻ ആണ്. സ്റ്റാർട്ടിംഗ് ആണ്. അതെ, ഒരു പ്ലസ് ഒരു ഐസ് ബ്രേക്കിംഗ് സെഷൻ ആണ്. ഇവിടെ നിങ്ങൾ അങ്ങനെ എന്താ പറയാ സങ്കോചിച്ച്, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾ വിചാരിച്ചിരിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾ മാത്രം സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സെഷൻ അല്ല. നിങ്ങൾ കൂടി ഇന്ററാക്ട് ചെയ്താലേ നമുക്ക് ഈ ഒരു 1 അവർ അല്ലെങ്കിൽ ഒരു 1.5 അവർ നല്ല എൻജോയ്മെന്റ് ആയിട്ട് പോളൂ. ഇനിയിപ്പം നിങ്ങൾ ഇനി വരുന്ന ഗെയിംസ് ഒക്കെ നമുക്ക് പല ഗെയിംസും കളിക്കാനായിട്ട് വരുന്നുണ്ട്. അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങനെ ആക്റ്റീവ് ആയിട്ട് നിന്നാലല്ലേ ഞങ്ങൾക്ക് അത് പ്രസന്റ് ചെയ്യുമ്പോൾ ഒരു ഹാപ്പി ഉണ്ടാവുള്ളൂ. അതെ, ഇന്ന് തന്നെ നമ്മുടെ സ്ലോഗനിൽ പറയുന്ന പോലെ തന്നെ ഇന്ന് തന്നെ അതിന്റെ ഒരു സ്പാർക്ക് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യണം. വരട്ടെ. അതെ, കഴിഞ്ഞാലാണ് ആ സ്പാർക്ക് ഒക്കെ കൂടുതൽ ഞങ്ങൾക്ക് കാണാൻ നമ്മൾ സാധിക്കണം ഈ ഒരു സെഷനിൽ. അടുത്തൊരു ഓറിയന്റേഷൻ സെഷനൊക്കെ നമുക്ക് കുറച്ചും കൂടി ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്തുകൊണ്ട് നിങ്ങളുടെ അക്കാഡമിക് ജേണി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇന്റഗ്രേറ്റ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ അതെ, ഇന്ന് മുതലേ തുടങ്ങാം. ഇനി മാക്സിമം എല്ലാവരും ഒന്ന് വീഡിയോ ഒക്കെ ഓൺ ചെയ്ത് ആക്റ്റീവ് ആയിട്ട് ഇരിക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നല്ല കുട്ടിയാണല്ലോ ഷാഹ്ല, വീഡിയോ ഒക്കെ ഓൺ ആക്കി. സെബിൻ, കാത്തിരിക്കും. ഓക്കെ, എല്ലാവരും ആക്റ്റീവ് ആവുന്നുണ്ട് മാം. എന്റെ പേര് ഷെബിനാണ്, അങ്കമാലിയാണ് വീട്.
ഞാൻ വർക്ക് ചെയ്യാണ് കാക്കാനി സ്വഭാക്കിൽ. എൻ്റെ കൂടെ M.Com ചെയ്യാൻ വേണ്ടി കയറിയിരുന്നു യൂണിവേഴ്സിറ്റി. സെബിന് എവിടെന്നാ എന്ന് പറഞ്ഞ അങ്കമാലി എന്നല്ലേ പറഞ്ഞേ? അങ്കമാലിയാണ്. ഓക്കെ ഓക്കെ. സെബിന്റെ ഒരു അങ്കമാലിനെ കുറിച്ചിട്ട് ഞങ്ങളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യിക്കണം എന്ന് പറഞ്ഞാൽ സെബിൻ എന്ത് പറയും? അങ്കമാലി നമ്മുടെ എല്ലാവർക്കും അറിയുന്ന സ്പോട്ടാണ് അതിരപ്പള്ളി. അപ്പൊ എന്റെ വീടിന്റെ അടുത്തോടെയാണ് പോകുന്നത്. അതിരപ്പള്ളി റൂട്ട് എന്റെ വീടിന്റെ അടുത്തോടെയാണ്. പിന്നെ ഞാൻ എന്റെ പ്രോപ്പർ സ്ഥലം മൂക്കന്നൂർ എന്ന് പറയും. ഫിസാറ്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ അടുത്താണ്. അതുപോലെ ഫെഡറൽ ബാങ്കിന്റെ ഫൗണ്ടറിന്റെ നാട് മൂക്കന്നൂരാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഞാൻ വിചാരിച്ച അങ്കമാലി മാങ്ങാക്കറി പറയുന്നു. അത് പിന്നെ കോമൺ ആയതുകൊണ്ട് പിന്നെ. ഓക്കെ, അത് അങ്ങനെയാണല്ലോ കൂടുതൽ അങ്കമാലിയുടെ കാര്യങ്ങൾ കേൾക്കാറുള്ളത്. അതെ. ഓക്കെ ഓക്കെ, താങ്ക് യു സെബിന്. അപ്പൊ ഇന്നോട്ടിട്ട് മുമ്പേ കുറച്ച് തുടങ്ങിയിട്ടുണ്ട് സെബിൻ പഠനം. എന്നാലും ഇനി നമുക്കൊന്ന് ഒന്നുകൂടെ ഉഷാറാക്കണം. എന്റെ പേര് ഷഹല. കണ്ണൂരാന്ന് വീട്. ഞാൻ ഇപ്പോ UAE ഉള്ളത്. പിന്നെ വീട്ടിലാരൊക്കെ ഉണ്ട്? എന്താണ് കഴിഞ്ഞിരിക്കുന്ന ബാക്ക്ഗ്രൗണ്ട് എന്തൊക്കെയാണ്? BCom കഴിഞ്ഞതാണ്. വീട്ടില് വീട് കണ്ണൂരാണ്. വീട്ടില് ഉമ്മ ഉപ്പ എല്ലാരും ഉണ്ട്. ഞാനിവിടെ വർക്ക് ചെയ്യുന്നൊന്നുമില്ല. ഇവിടെ ഹൗസ് വൈഫ് ആണ്. ഇയർ ഗ്യാപ്പ് ഉണ്ടോ BCom കഴിഞ്ഞ്? ഉണ്ട്. ഒരു 5 years ഗ്യാപ്പ് ഉണ്ടാവും. ഓക്കെ. എന്താ നേരത്തെ ഞാൻ ചോദിച്ച പോലെ ഇപ്പൊ ഷഹലയുടെ അടുത്ത് ഞങ്ങൾ ചോദിക്കുകയാണ് എന്താണ് ഇപ്പൊ കണ്ണൂരുള്ളത് പ്രത്യേകിച്ച് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഷഹല എന്ത് പറയും? കണ്ണൂര് പ്രത്യേകിച്ച് ഒന്നുമില്ല. അതെന്താ പറയണത്? കണ്ണൂരിനെ കുറിച്ച് ആരും പറയാതെ തന്നെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു പ്ലേസ് അല്ലേ? കാര്യമായിട്ട് എല്ലാ നാട്ടിലുള്ള പോലത്തെ. ഷഹലക്ക് എന്താണ് ഇഷ്ടം? സ്വന്തം നാട്ടിൽ ഏറ്റവും ഇഷ്ടമുള്ള സ്പോട്ട് ഏതാണ്? കണ്ണൂര് പാലക്കയം തട്ട് ഇഷ്ടമാണ്. എന്താ പാലക്കയം തട്ട്? അതെന്തൊക്കെ അറിയില്ല. എന്താ അത്? അതൊരു സ്ഥല. പാലക്കയം തട്ട് സ്ഥലപ്പേരാണ് അല്ലേ? അത് ഇവരുടെ ഒരു സ്ലാങ് നമുക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങ് മനസ്സിലാവണമെന്നില്ല. പിന്നെ ഇവരുടെ കയ്യില് ഭയങ്കര വെറൈറ്റി ഓഫ് ഫുഡുകൾ. ഞാൻ ആരും എന്ത് ഫുഡിന്റെ നേരത്തെ ഞാൻ അങ്കമാലി മാങ്ങാക്കറി പ്രതീക്ഷിച്ചു. ഇപ്പൊ മുഴുവൻ ഞാൻ പ്രതീക്ഷിച്ചു. ആരും പറയണില്ലല്ലോ. രാഗി മാം ഒരു ഫുഡി ആണ് അല്ലേ? ആരും പറയുന്നില്ല. എന്താണ്? അപ്പൊ എനിക്ക് തോന്നുന്നു ഇനിയുള്ളവരൊക്കെ ഒരു ഫുഡ് ഐറ്റം റെഡിയാക്കി വെച്ചോളൂ. ഓക്കെ ഷഹല, അപ്പൊ ഓൾ ദ ബെസ്റ്റ് കേട്ടോ. ഹാപ്പി ജേർണി. എല്ലാരും പോവരുത്, പറഞ്ഞിട്ട് പോവരുത്. നമ്മൾ കുറച്ച് ഗെയിംസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടിട്ട് ആക്കി വെച്ചിട്ടുണ്ട്. അതൊക്കെ അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം. ഓക്കെ ഓക്കെ, താങ്ക് യു. ഇനി ആരാണ് വരുന്നത്? വിഭ. എന്താ കുറച്ച് വയ്യായിക ഉണ്ട് വിഭയ്ക്ക് അല്ലേ? ആണോ? കുഴപ്പമില്ല അല്ലെ? എല്ലാവരും ആക്റ്റീവ് ആണ്. അപ്പൊ വിഭയും ആക്റ്റീവ് ആണ്. ഇവിടെ നമ്മളെല്ലാരും എന്താ പറയാ, ഇപ്പൊ ഒരു കോളേജ് ക്ലാസ്സിലൊക്കെ എത്തിയ ഒരു ഫീൽ അല്ലേ? നമ്മളെ കോമരുവാള് കുറച്ച് കുട്ടികളെ ഉള്ളൂ. അതിൽ കുറച്ച് ആയിട്ടുള്ളൂ. അപ്പൊ ഇവർക്ക് ഒരുപാട് സമയം കിട്ടും ഇന്ററാക്ട് ചെയ്യാനൊക്കെ. ഹായ്, പറഞ്ഞോളൂ. എന്റെ പേര് സംഗീത, കോഴിക്കോട് നിന്നാണ് ഞാൻ. ഇപ്പൊ വേണമെങ്കിൽ ഈ ഗ്രൂപ്പിലെ മോസ്റ്റ് സീനിയർ പേഴ്സൺ ഞാനായിരിക്കാം. അതെ. BCom ഒക്കെ കഴിഞ്ഞ് ഒരു 10-22 വർഷത്തെ ലൈഫ് കഴിഞ്ഞതിന് ശേഷം M.Com ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. മാരേജ് എന്നുള്ളത് ഞാനൊന്ന് ഓർമ്മിപ്പിക്കുന്നു. അതെ, നമ്മൾ ഇതിനും കൂടി വേണ്ടിയിട്ടാണ് ഇത് വെക്കുന്നത്. അതായത് ഏജ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷനിൽ വന്നിട്ടുള്ള ഗ്യാപ്പ് ആയിക്കോട്ടെ, അതൊന്നും ഒരു ഘടകമല്ല പഠനത്തിനെ സംബന്ധിച്ച്. പല കുട്ടികൾക്കുള്ള ഒരു ഇൻഹിബിഷൻ ആണ്. എനിക്ക് ഇത്രയും വർഷത്തെ ഗ്യാപ്പില്ലേ, ഇത്രയും ഏജ് ആയില്ലേ. പക്ഷെ ഇപ്പൊ ഞാൻ പറയട്ടെ, ഇപ്പൊ ഇത്രയും 22 വർഷത്തെ ഒരു ഗ്യാപ്പ് പറഞ്ഞു, വേറൊരു കുട്ടികൾക്ക് ഇപ്പൊ 1 വർഷത്തെ ഗ്യാപ്പ് ഉണ്ടാവുള്ളൂ. പക്ഷെ രണ്ടുപേർക്കും ഒരേ ഇത് തന്നെയായിരിക്കും. കാരണം പഠിച്ചു കഴിഞ്ഞാൽ ഓർമ്മയിൽ നിൽക്കുന്നില്ല. എല്ലാവരും വിളിച്ചു കഴിഞ്ഞാൽ പറയുന്നൊരു കാര്യമാണ്, മിസ്സേ പഠിക്കുന്നുണ്ട്, ഓർമ്മയിൽ നിൽക്കുന്നില്ല. അതൊരു ഒറ്റപ്പെട്ട സംഭവം അല്ല എന്നും കൂടി അറിയിക്കാൻ വേണ്ടിയാണ് ഈ ഒരു സെഷൻ നമ്മൾ വെക്കുന്നതും, ഒരു കോൺഫിഡൻസ് ബൂസ്റ്റപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. മാം പറഞ്ഞ കറക്റ്റ് ആയിരുന്നു. ഒരാഴ്ച എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. വായിച്ചു നോക്കുമ്പോഴും വീഡിയോ കാണുമ്പോഴും ഒക്കെ വരുള്ളത്. പക്ഷെ ഇപ്പൊ കുറച്ച് ഗ്രാജുവലി ബെറ്റർ ആയിട്ട് വരുന്നുണ്ട് എന്നാണ് വിശ്വാസം. വിശ്വാസം റിസൾട്ടിൽ എത്തുമ്പോ നമുക്ക് മനസ്സിലാവാം. അതെ, പിന്നെ കീപ് ഓൺ ട്രൈയിങ് അല്ലെ? അത് ശരിക്കും ഓട്ടോമാറ്റിക്കലി ഓക്കെ ആയി വരും. അതെ മാം.
ഓക്കെ, നമുക്ക് ഒരാളെയും കൂടെ ഞാൻ ചോദിച്ചില്ലേ കോഴിക്കോടിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? കോഴിക്കോട് സൽക്കാരപ്രിയത്തിന്റെ നാടാണ്. കേൾക്ക് എല്ലാവരും എല്ലാവരും കേൾക്കാം. അവരവരുടെ നാടിനെ കുറിച്ച് എന്തോരം അഭിമാനത്തോട് കൂടിയിട്ടാ സംഗീതം പറയണം. ബാക്കിയുള്ളവരോട് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നുമില്ല ഞങ്ങളുടെ നാടിനെ കുറിച്ച് പറയാൻ. നമ്മുടെ നാട്ടിൽ വന്ന കോഴിക്കോട് ബിരിയാണി, ഒരുപാട് സ്ഥലങ്ങള്, മിഠായി തെരുവ്, അങ്ങനെ പല സ്ഥലത്തും പോവാം, നല്ല ഫുഡ് കഴിക്കാം. എല്ലാരെയും എന്താ പറയാ നിറഞ്ഞ മനസ്സോടുകൂടി സ്വാഗതം ചെയ്യുന്ന ഒരു നാടാണ് കോഴിക്കോട്. അതെ, കേട്ടിട്ടുണ്ട്. അതാണ് നാടിനെ കുറിച്ചിട്ട് പറയാം. നമ്മള് പറയില്ലേ കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചോര എന്ന് പറയുന്ന പോലെ കോഴിക്കോട് എന്ന് കേട്ടപ്പോഴേക്കും ആള് പറയാൻ ഇങ്ങനെ അതെ ആ ഒരു എന്താ പറയാ ആ ഒരു സ്വീകരണ രീതി നമുക്ക് അറിയാൻ സാധിക്കുന്നുണ്ട് അല്ലെ സംഗീതയുടെ സംസാരത്തില്. ഇഗ്നൈറ്റ് അല്ലെ, സ്പാർക്ക്. അതെ അതെ, ആ സ്പാർക്ക് ഒക്കെ വന്നു തുടങ്ങി. അതെ, ആയിക്കോട്ടെ മാം, താങ്ക് യു മാം. ഓക്കെ ഓക്കെ ഓക്കെ. വിബേനെ വിളിക്കാം. അത് കഴിഞ്ഞ് വിബയുടെ നമുക്ക് ഒരു ഗെയിം ഇടാം അല്ലെ. അതെ വിബ, ഓക്കെ, കേക്കണ്ടോ? ഓ പറഞ്ഞോളൂ. എന്റെ പേര് വിഭ, സ്ഥലം തൃശ്ശൂരാണ്. ബികോം ആണ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നെ. ബികോം MBA ആയിരുന്നു. അതിനുശേഷം BEd ചെയ്തു. ഇപ്പോ MCOM ചെയ്യാനായിട്ട് ടീച്ചിങ് ഫീൽഡാണ് താല്പര്യം. അതുകൊണ്ട് ഇനി +2 ഡിഗ്രി നോക്കണമെങ്കിൽ നമുക്ക് എന്തായാലും MCOM വേണമായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് MCOM ചെയ്യാന്ന് വെച്ചിട്ട് ഇപ്പൊ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. വിഭ പറയൂ, തൃശ്ശൂരിനെ കുറിച്ച് പറയൂ. തൃശ്ശൂര് പൂരങ്ങൾ മെയിൻ. 2 മാസം കൂടി കഴിഞ്ഞ തൃശ്ശൂർ പൂരത്തിന് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് എല്ലാവരും. അതെ, പൂരങ്ങളുടെ നാട്. പൂരങ്ങളുടെ നാട്. മാമിന് അത് ഞാൻ തന്നെ പറയണോന്നാണ് വിഭ ആലോചിക്കുന്നുണ്ടാവുക അല്ലെ. അതുകൊണ്ടാണ് രാഗി മാം വീണ്ടും വീണ്ടും പറയുന്നത് പറയൂ പറയൂ എന്ന് പറയുന്നത്. അങ്ങനെ ഇപ്പൊ ആയിട്ട് വരുന്നു. അല്ല മാം ചോദിച്ചല്ലോ ഇപ്പൊ എങ്ങനെയുണ്ട് ചോദിച്ചോണ്ട് പറഞ്ഞതാട്ടോ. കുറഞ്ഞു വരും. കുറഞ്ഞു വരും. വേഗം ഓക്കെ ആവട്ടെ. വീണ്ടും പഴയ പോലെ ഉഷാറായിട്ട് പഠിത്തം. അതെ, എന്നാലും പറ്റുന്ന സന്ദർഭങ്ങളിൽ പഠിക്കാനായിട്ട് നോക്കുക. അതെ അതെ, ക്ലാസ് കേൾക്കുന്നുണ്ട്. പിന്നെ കേട്ട് ശരിക്ക് ഒട്ടും പറ്റുണ്ടായിരുന്നില്ല. വരുന്നു അപ്പോഴാണ് ക്ലാസ് കേൾക്കാൻ വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തത്. ഇപ്പൊ ഇതൊരു സ്പാർക്ക് കൂടി കിട്ടുമ്പോ ഒന്നും കൂടി ഉഷാറായി നമുക്ക് ലൈവ് സെഷൻസും കാര്യങ്ങളൊക്കെ ആവുമ്പോ ആ ഒരു ട്രാക്കിലേക്ക് നിങ്ങൾ വന്നോളൂ. വരണം. അതെ, ഓക്കെ, താങ്ക് യു വിഭ. നമുക്ക് ചെറിയൊരു ഗെയിം കളിക്കാം. ഓക്കെ മാം. അപ്പൊ നമ്മളുടെ ആദ്യത്തെ ഗെയിം എന്ന് പറയുന്നത് സൂം ഇൻ സൂം ഔട്ട്. അതിൽ പറയുന്ന പോലെ തന്നെ നിങ്ങൾക്ക് ചില പിക്ചേഴ്സിന്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ വളരെ സൂം ഇൻ ചെയ്ത് നമ്മൾ കാണിച്ചു തരും. അതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ഗസ് ചെയ്യണം എന്താണ് ആ പിക്ചർ. അല്ലെങ്കിൽ ചിലപ്പോൾ വ്യക്തികളുടെ പേരായിരിക്കാം, അല്ല പഴങ്ങളുടെ പേരായിരിക്കാം, എന്തോ ആയിരിക്കാം, എനിത്തിങ്. അപ്പൊ നിങ്ങളത് ഗസ് ചെയ്ത് പറയണം. സിമ്പിൾ ആയിട്ടുള്ള ഗെയിമാണ്, അത്ര സീരിയസ് ആയിട്ടൊന്നും ഇത് കാണണ്ട. ഒന്ന് നിങ്ങൾക്ക് റിലാക്സ് ചെയ്യാൻ ആരും ക്യാമറ ഓഫ് ചെയ്ത് പോരുത്. ആക്റ്റീവായിട്ട് പറയണേ. നമുക്ക് ഉഷാറാക്കി എടുക്കണം ഇന്നത്തെ ഒരു സെഷൻ. MCOM ഇത് സെഷൻ കഴിയുമ്പോൾ എല്ലാവരും പറഞ്ഞു അയ്യോ MCOM ജൂലൈ 24 എന്തായിരുന്നു സെഷൻ, അല്ല Jan 25 സെഷൻ എത്ര ഇതായിരുന്നു. എല്ലാവരും ഭയങ്കര പാർട്ടിസിപ്പേഷൻ ആയിരുന്നു. ഓരോരുത്തരുടെ പേരുകൾ എടുത്തു പറയണം. ഷഹല, അല്ലെങ്കിൽ സെബിയൻ, വിപിൻ, സംഗീത, ഇവരൊക്കെ നന്നായി ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് എണ്ണത്തിലല്ല കാര്യം എന്നുള്ളത് നമ്മള് MCOM ബാച്ച് തെളിയിക്കണം. അതെ, അല്ല മാം. അടുത്ത സെഷനുകളൊക്കെ വരുമ്പോ എല്ലാവരും അന്വേഷിക്കുക ഷഹല എന്ന് പറഞ്ഞ കുട്ടി കേറിയോ, സെബിൻ എന്ന് പറഞ്ഞ കുട്ടി കേറിയോ, ഇങ്ങനെ അന്വേഷിക്കും. ഓക്കെ, തുടങ്ങാം അല്ലേ ദുർഗ മാം? തുടങ്ങാം, സ്റ്റാർട്ട് ചെയ്തോളൂ. എല്ലാരും ക്യാമറയൊക്കെ ഓൺ ചെയ്ത് റെഡി ആയിട്ടിരിക്കൂ. നോക്കട്ടെ. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇൻസ്ട്രക്ഷൻ, സൂം ഇൻ ചെയ്തൊരു പിക്ചർ കാണിക്കുന്നു. നിങ്ങൾ അത് എന്ത് ചെയ്യണം? ഗസ് ചെയ്യണം കേട്ടോ. ദ ഫസ്റ്റ് ലേണർ ഹു ഐഡന്റിഫൈ ദ കറക്റ്റ് പിക്ചർ ഈസ് ഡിക്ലെയർഡ് ആസ് വിന്നർ. ഓരോന്നും ആരാണോ നോക്കുന്നത് പറയുന്നത് അവർക്ക് ഓരോ പോയിന്റ് അല്ലെങ്കിൽ അവർ വിന്നർ ആയിട്ട് പറയും. ഓക്കെ, ആരാണ്? മെസ്സി. അപ്പൊ ആരാ ആദ്യം പറഞ്ഞത്? സെബിനാണ്. സെബിന് ആർക്കെങ്കിലും വേറെ എന്തെങ്കിലും ഓപ്ഷൻസോളം ഉണ്ടോ? മെസ്സി. മെസ്സി തന്നെയാണല്ലോ. ഇവര് നമ്മളെ റിയാക്ഷൻസ് ഒക്കെ ഇടാട്ടോ. ആരാണോ കറക്റ്റ് ആൻസർ പറയുന്നത് അവർക്ക് നമുക്ക് ഇമോജീസും റിയാക്ഷൻസും ഒക്കെ ഇടാം. ഈ സെഷൻ നിങ്ങളുടെ കയ്യിലാണ് അല്ലെ. ഈ സെഷന്റെ സക്സസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിലാണ്. അപ്പൊ നിങ്ങൾ പരമാവധി അത് ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തുകൊണ്ട് രസകരമാക്കി എടുക്കുക. ഓക്കെ, നമുക്ക് അടുത്തതിലോട്ട് പോവാം. ഒരാളൊരു ആൻസർ പറഞ്ഞു വെച്ചിട്ട് നിങ്ങൾ മിണ്ടാതിരിക്കേണ്ട. നിങ്ങൾക്ക് തോന്നുന്നത് നിങ്ങൾക്ക് പറയാം. ഓരോരുത്തരുടെ പെർസ്പെക്റ്റീവ് വ്യത്യാസമാണ്.
കേട്ടോ? കറക്റ്റ് ആൻസർ തന്നെ പറയണമെന്ന് ഒരു നിർബന്ധമില്ല. നിർബന്ധമില്ല. ആരായിരിക്കും? ബേസിൽ. ബേസിൽ. സംഗീത ബേസിൽ. ബേസിലാന്ന് പറയുന്നുണ്ട്, വിഭ പറയുന്നുണ്ട്. ആരാ ആദ്യം പറഞ്ഞ? സംഗീതയായിരുന്നോ? സംഗീത. ബേസിൽ. ഓ, മിന്നൽ വേഗത്തിൽ മിന്നൽ മുരളിയുടെ അതെ സംവിധായകനായിട്ട് അതെ അതെ അതെ. കോഴിക്കോട് നിന്ന് സംഗീത. ഓക്കെ, താങ്ക് യു. ഇനി അടുത്തത് ഉർവശി. ഉർവശി. 22 വർഷത്തെ ഗ്യാപ്പ് ഉണ്ട് ഇത്ര. എന്താ അതെ അതെ മെമ്മറി അതെ പവർ! അതെ അതെ അതെ. കോൺസെൻട്രേഷനും മെമ്മറി പവർ ഏറ്റവും കൂടുതൽ സംഗീതയ്ക്കാണെന്ന് അതന്നെ. തോന്നുന്നുണ്ട്. കണ്ണും മൂക്കും കാണുമ്പോഴേക്കും പറഞ്ഞോ. ഇത് കുറച്ച് ചിലപ്പോ പെട്ടുപോകും. അതറിയില്ല. അറിയില്ല. എനിവൺ? ആർക്കെങ്കിലും ഗസ് ചെയ്യാമോ? ഗസ് ചെയ്യാലോ നമുക്ക്? ജസ്റ്റ് ഒന്ന് ഗസ് ചെയ്തോടെ. എലൻ മസ്ക് ആണോ? അതെ, ആരാ പറഞ്ഞേ? ലിഷ്ണ. ലിഷ്ണ. ആവട്ടെ, ഞങ്ങക്കറിയില്ല കേട്ടോ, ഞങ്ങക്കറിയില്ലേ. ഇനി എന്തെങ്കിലും വേറെ ഓപ്ഷൻ ഉണ്ടോ? ദുർഗ മാം നിങ്ങളെ കളിപ്പിക്കാനൊക്കെ ആയിട്ട് പറയൂട്ടാ അതാണെന്നുള്ളത്. ഉണ്ടോ? വേറെ ഓപ്ഷൻ ഉണ്ടോ? ആ ആ ആ ആളെന്നെയാ, എലോൺ മസ്ക് തന്നെയാണ് കേട്ടോ. കൃഷ്ണ അങ്ങനെ വല്ലപ്പോഴും ആൻസർ പറയില്ലെങ്കിലും അതെ അതെ അതെ, കറക്റ്റ് ആയിട്ട് പറയുന്നുണ്ട്. കാഠിന്യമായിട്ടുള്ള ചോദ്യങ്ങളുടെ ഉത്തരങ്ങളെ നൽകുള്ളൂ. അതെ അതെ. അടുത്തത് സലികത്ത് എന്തെങ്കിലും അടുത്ത ഓപ്ഷൻ? ഇല്ല, ടോവിനോ. ആ, ടോവിനോ. പണ്ടൊക്കെ നമ്മൾ പഠിക്കാതിരിക്കുമ്പോ, പണ്ടെന്നല്ല, ഞങ്ങൾക്ക് അധികം ഏജൊന്നും ഇല്ല കേട്ടോ, 2 വർഷം മുമ്പ് ഞങ്ങൾ പഠിക്കാനിരിക്കുമ്പോ നമ്മുടെ അച്ഛന്മാരെ പേരൻസ് പറയും, ഓ സിനിമ കണ്ട്, സിനിമയിലത്തെ A to Z എന്ത് ചോദിച്ചാലും പുള്ളിക്ക് ഉത്തരണ്ട്. പഠിത്തത്തിനെ കുറിച്ച് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അറിയില്ല. കണ്ണും മൂക്കും കാണിക്കുമ്പോഴേക്കും എല്ലാവരും ആൻസർ ഹിസ്റ്ററി പറഞ്ഞു. ഒക്കെ പഠിച്ചിരുന്നത് സിനിമ സ്റ്റോറി കണക്ട് ചെയ്തായിരുന്നു. അങ്ങനെ ഒരുപാട് അതെ പേരൊക്കെ അങ്ങനെ പഠിച്ചിട്ടുണ്ടാവും ഈ കൂട്ടത്തിലും. അതെ, അങ്ങനെയെങ്കിലും ഒന്ന് പഠിച്ച തലയിൽ കയറട്ടെ. അതെ. മോഹൻലാൽ. പറയൂ, അടുത്ത മോഹൻലാൽ ഓപ്ഷൻ വരൂ, പോരട്ടെ, അടുത്ത ഓപ്ഷൻ വരട്ടെ. പോരട്ടെ. മോഹൻലാൽ അല്ല. ഞങ്ങൾക്ക് അറിഞ്ഞൂടാ, ഞങ്ങളെങ്ങനെ ചോദ്യം ഞങ്ങളും ചെയ്യല്ലേ. ഇപ്പഴാ ഇത് കാണുന്നേ. വേറെ ഏതെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ മോഹൻലാൽ അല്ലാതെ? ഒരാളൊന്ന് പറഞ്ഞെന്ന് വെച്ചിട്ട് അതന്നെ പറയലട്ടാ. ഇഗ്നൈറ്റ് ഇഗ്നൈറ്റ് സ്പാർക്ക് കൊണ്ടുവരൂ. ഇന്നോവേറ്റീവ് ആവട്ടെ. വിഷ്ണുപ്രിയ. മോഹൻലാൽ ആണോ? ഒന്ന് സൂക്ഷിച്ചു നോക്കിക്കേ. ഒരു ക്ലൂ തരാം, മോഹൻലാൽ അല്ല. അതെ. വേറൊരു ക്ലൂവും തരാം. ആള് സ്പോർട്സ് രംഗത്തെ ഒരാളാണ്. സഞ്ജു. സഞ്ജു സാംസൺ. നോക്കാം അല്ലെ നമുക്ക്? നോക്കാം. ആ അതെ, സത്യത്തിൽ ആ കണ്ണ് കണ്ട ഒരു മോഹൻലാലിന്റെ കട്ട് തോന്നും അല്ലെ? ഉണ്ട്, അതെ. അതുകൊണ്ടാണ് എല്ലാരും അങ്ങനെ പറയുന്നത്. അതെ അതെ അതെ. ആരാണ്? തൃശ്ശൂക്കാരി പറയൂ. സംയുക്ത. സംയുക്ത. 22 വർഷത്തെ സംയുക്ത പാരമ്പര്യം. വർമ്മ, അറിയോ? മഞ്ജു വാര്യർ. മഞ്ജു വാര്യർ. മെജോറിറ്റി മഞ്ജു വാര്യർ ആണ്. മഞ്ജു വാര്യറാണ്. മഞ്ജു വാര്യർ തന്നെയാണോ ദുർഗ മാം? നോക്കാം നമുക്ക്. അതെ അതേലോ. അതെ അതെ. ഇത് പറഞ്ഞില്ലെങ്കിൽ പിന്നെ എന്താ പറയാ? അതെ. അജിത്ത്. 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 കുറച്ച് സൗണ്ട് ഒന്ന് കൂടി. അതെ, ഇനി ഒരുപാട് പേര് മ്യൂട്ട് ചെയ്തിരിക്കുന്നുണ്ട് കേട്ടോ ഇവിടെ. ഇതെന്താ? ഇത് ഒരു വസ്തു ഒന്നല്ലേ? അല്ല, ഒരു മനുഷ്യനൊന്നും അല്ലേ? മനുഷ്യനല്ല. എന്തോ ഒരു സാധനത്തിനെ സൂം ചെയ്ത് കാണിച്ചേക്കണതാ. ബനാന. ബനാന. വേറെ ഓപ്ഷൻ? നെക്സ്റ്റ് പോട്ടെ. ബനാന. ബനാന. ഞങ്ങക്ക് വേറെ വെറൈറ്റി എന്തെങ്കിലും? ഓപ്ഷൻസ് കേൾക്കാൻ താല്പര്യം ഉണ്ട് കേട്ടാ. നോക്കാം അല്ലെ? നോക്കാം. ആരും ഒന്നും മിണ്ടുന്നില്ല, എല്ലാരും ബനാനയിൽ നിൽക്കുക. അടുത്തത് പോവാലോ നമുക്ക്. സ്ട്രോബെറി. കാണേണ്ട താമസം. റംബുട്ടാൻ. ഇത് എനിക്ക് തോന്നുന്നു അങ്ങനെ സൂം ആയില്ല. അതെ, ഇതാരാ പറഞ്ഞേ?
റീസൺ? ക്യാമറ ഓൺ ആക്കാത്ത ആരും ആണ്. അതെ, ക്യാമറ ഓൺ കഷ്ടപ്പെട്ട ആ കുട്ടി ഒരു ഉത്തരം പറഞ്ഞപ്പോ പറയാ. അല്ല, കേട്ടോ. ക്യാമറ ഓൺ ആക്കാത്തവര് ഞങ്ങൾ വിന്നർ അതെ, ആയിട്ട് ഷഹല ഡിക്ലെയർ കഷ്ടപ്പെട്ട് ഒരു ചെയ്യുന്നില്ല. ഉത്തരം പറഞ്ഞു. അപ്പൊ പറയാ സൂം ആവാത്തോണ്ടാന്ന്. പാവണ്ട് ഷഹല. ഷഹല പറയൂ. സ്വീറ്റ് മെലൺ. കിവി. കിവി. നോക്കാം. കിവി ഇനി ഞാൻ പറയുന്നുണ്ട്. അടുത്ത കിവി. ഓപ്ഷൻ. എനിക്കിത് കണ്ടിട്ട് എന്ത് വൈക്കോലൊക്കെ പോലെ തോന്നുന്നു. വേറെ അടുത്ത ഓപ്ഷൻ എന്താ? എല്ലാരും കിവി ആണോ? സലിഹത്തെ? കിവി തന്നെ. എന്നാ അപ്പൊ ഞാനും കിവി തന്നെയാണ്. നോക്കാല്ലേ നമുക്ക്? നോക്കാം. ആ, കിവി തന്നെയാണ്. ലിഷ്ണ ഞാൻ ഉണ്ടല്ലോ ഓർത്തു ഇങ്ങനെ. കുറച്ച് പേരെങ്കിലും സപ്പോർട്ട് പറയുന്നു ഓർത്തു ഞാൻ ഇത് കണ്ടപ്പോ. എനിക്ക് അതെ അതെ തോന്നിയിരുന്നു അതെ, ലിഷ്ണ ഉണ്ടല്ലോ. ലിഷ്ണ ടഫ് ആയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ട് പറയുള്ളൂ. പറയുള്ളൂ. അതെ അതെ, ഞാൻ ശ്രദ്ധിച്ചു. കോംപ്ലിക്കേറ്റഡ് ആ ആയിട്ട്. സമയത്ത് മാത്രം ക്യാമറ ഓൺ ചെയ്യുന്നില്ല, അൺമ്യൂട്ട് ചെയ്ത് ആ. ആൻസർ പറഞ്ഞൊരൊറ്റ പോക്കാം. അതെ, ലിഷ്ണനെ കാണാൻ ഞങ്ങൾക്ക് അതിയായ ആഗ്രഹമുണ്ട്. ലിഷ്ണ അവസാനം ആകുമ്പോഴത്തേക്കും പേര് ഞങ്ങൾ മാത്രമേ ക്യാമറ കേട്ടിട്ടുള്ളൂ. ഓൺ ആക്കിപ്പിക്കും. അതും വെറൈറ്റി നെയിം ഇതുവരെ കേട്ടിട്ടില്ല. അതെ അതെ, ലിഷ്ണ. ഇതെല്ലാരും പറയും അല്ലേ? അതെ, പറയണം. എന്താണ് ആരും പറയാത്തെ? പറയൂ. ദുർഗ മാം നിങ്ങൾക്ക് വേണ്ടിട്ട് വാക്കൊക്കെ തന്നു. ഓറഞ്ച്. ഓക്കെ, അടുത്തത് പോരട്ടെ. ഒരാള് മാത്രമാണല്ലോ ഓറഞ്ച് എന്ന് പറഞ്ഞേ. പറയേ. നിങ്ങൾ വേറെ ആൻസർ എനർജി ഒക്കെ ആരെങ്കിലും പോകുന്നുണ്ടോ? വേറെ ആൻസർ പറയും. ആ സ്റ്റാർട്ടിങ്ങിൽ കണ്ട എനർജി ഇങ്ങനെ പോകുന്നുണ്ടോ എന്നൊരു സംശയം. നാളെയൊക്കെ തൊട്ട് നമ്മൾ സീരിയസ് ആവൂട്ടാ. പതുക്കെ പതുക്കെ നമ്മൾ സീരിയസ് ആവും. ഇപ്പോഴൊക്കെ നമുക്ക് പറ്റുള്ളൂ. അതെ, ഇപ്പൊ ഈ ഒരു ഓറിയന്റേഷൻ കഴിഞ്ഞു തുടങ്ങുമ്പോ പിന്നെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഇരിക്കാനുള്ള ഒരു ടൈം കിട്ടിയെന്ന് വരില്ല. പിന്നെ നമ്മൾ ആരാ ഫുൾ ടൈം സ്റ്റഡീസ് ഐഫോൺ ആയിരിക്കും. സിട്രസ്? ഐഫോൺ ആരാ? ഐഫോൺ യൂസർ ആരാ? സിട്രസ്? ഹസ്ന. ആ, ഹസ്ന. ഓറഞ്ച്. സിട്രസ് എന്നും പറയാല്ലേ. സിട്രസിന്റെ രൂപൊക്കെ ഉണ്ട്. അതെ. താങ്ക് യു. നമുക്ക് കുറച്ചു പേരെ പരിചയപ്പെടാം. ചെറിയൊരു ഗെയിം കളിച്ചില്ലേ? കുറച്ചു പേരെ പരിചയപ്പെടാം. ചിരിച്ചിട്ടൊക്കെ നമ്മൾ ഗെയിം കളിക്കും. രസമുണ്ടാവും. ഓക്കെ, നമുക്ക് വീണ്ടും പരിചയപ്പെടാം അല്ലെ? ആരാ വരുന്നേ? വിഷ്ണുപ്രിയ, ലിഷ്ണ, മരിയ, മിറായ. മിറായ എന്നാണല്ലേ? മിറായനെ വിളിക്കാം നമുക്ക്. വെറൈറ്റി അല്ലേ പേര്? വെറൈറ്റി നെയിംസ് ആണല്ലോ എംകോം ജാൻ ലേണേഴ്സിന് അല്ലേ? മിറായ, ജസ്റ്റ് ഒരു സെൽഫി ഇൻട്രോ പറഞ്ഞത് ഞങ്ങക്ക്. മിരായ എന്നാണോ? ഞാൻ മിറായ എന്ന് വിളിക്കാറ്. മിറായ. ആ, ക്യാമറ ഓൺ ചെയ്യാവോ? ക്യാമറ വേറെ ആരുമില്ല, നമ്മള് മാത്രമേ ഉള്ളൂ ഇവിടെ, വേറെ ആരുമില്ല. ഞാനിപ്പം ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തതാ 2024 BBA. ഞാൻ കോഴിക്കോട് വടകരയ സ്ഥലം. പിന്നെ ഇപ്പൊ ACC പഠിച്ചോണ്ടിരിക്ക. അതെല്ലാം തന്നെ. എങ്ങനെയുണ്ട് കോഴിക്കോടൊക്കെ? കോഴിക്കോടൊക്കെ നല്ലതാ. എന്താ നല്ലതാന്ന് പറയാൻ എന്താ കാരണം? എന്താ ഇപ്പൊ കോഴിക്കോടിനെ കുറിച്ച് പറയാൻ ഉള്ളത്? 2 വാക്ക്. കോഴിക്കോട് കുറെ സ്ഥലങ്ങളുണ്ട് കാണാന്, നല്ല ഫുഡ് അതൊക്കെ. എന്താ ഇഷ്ടപ്പെട്ട ഫുഡ് കോഴിക്കോട് ഉണ്ടാക്കണേല്? ബിരിയാണി. ബിരിയാണി. ഇഷ്ടപ്പെട്ട സ്ഥലം? കോഴിക്കോട് ബീച്ച് എല്ലാം തന്നെ. നല്ല ഇഷ്ടമാണ്. ഓക്കെ, അപ്പൊ ഈ അടുത്ത് നമ്മളൊരു ഗെയിം ഒക്കെ ഉണ്ടാവും. അതിന്റെ കൂടെ നമ്മളെ കൂടെ ഉണ്ടായല്ലോ കേട്ടാ? ആക്റ്റീവായിട്ട്. അപ്പൊ ക്യാമറ ഓൺ ചെയ്ത് ആക്റ്റീവായിട്ട് കാണണം. ഓക്കെ മിരായ. അടുത്ത ആള് ലിഷ്ണനെ വിളിച്ചാലോ നമുക്ക്? അതെ അതെ, എനിക്ക് ലിഷ്ണനെ കാണണം എന്ന് നല്ല ഹൃദയം ആഗ്രഹമുണ്ട്. ലിഷ്ണയുടെ കൂടെ 2 ആളൊക്കെ ഉണ്ടല്ലോ. പോന്നോട്ടെ. സ്പൈഡർമാൻ ആണോ അത്? ഓടിയോ? സ്പൈഡർമാൻ ഓടിപ്പോയോ? ആരാ? അതിന്റെ മോനാണ്. ക്യാമറ ഓഫ് ചെയ്യാലോ അല്ലെ? ചെയ്യാം. എന്റെ പേര് ലിഷ്ണ. ഞാനിവിടെ മലപ്പുറത്താണ്. മലപ്പുറം ഡിസ്ട്രിക്റ്റില് തിരൂർ എന്ന് പറയും. ഹലോ, കേൾക്കുന്നില്ല? കേൾക്കാൻ, പറഞ്ഞോളൂ. ഞാന് BBA കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 7-8 വർഷമൊക്കെ ആയി.
പിന്നെ അങ്ങനെ M.Com ചെയ്യാ വിചാരിച്ചിട്ട് അങ്ങനെ ജോയിൻ ചെയ്തതാ. ഓക്കെ. ഒരു മോനുണ്ട്. ആ. അത്ര തന്നെ. എന്താണ് നമ്മുടെ മലപ്പുറത്തെ കുറിച്ച് പറയാനുള്ളത്? മലപ്പുറം നല്ല സ്ഥലാണ്. ഞാൻ മലപ്പുറത്ത് തിരൂരാ ഉള്ളത്. അതെ ആ, അല്ലെ, ഒരു നമ്മള് ഏറ്റവും മറ്റേ കൂടുതൽ സിനിമ ഡയലോഗിലൊക്കെ കേട്ടിട്ടുണ്ടല്ലോ, ദുർഗാമ്മ മലപ്പുറം കത്തി അമ്പും വില്ലും അല്ലേ? അതെ 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 അതെ. അതാ ഞാനതിൽ ഞാൻ ചോദിച്ചേ, മലപ്പുറത്തെ കുറിച്ച് എന്താ പറയാനുള്ളത്? അവിടെ തിരൂര് പറഞ്ഞ സ്ഥലത്താണ്. നമ്മളെ തുഞ്ചത്ത് എഴുത്തച്ഛന്റെ നാട്ടില്. ആ ആ ആ ഹാ ഹാ ഹാ. അതൊക്കെ തന്നെ. അതൊക്കെ തന്നെ. ഓക്കേടാ, താങ്ക് യു. ഓക്കെ, പിന്നെ നെക്സ്റ്റ് ആരാണ്? വിഷ്ണുപ്രിയ. വിഷ്ണുപ്രിയ. വിഷ്ണുപ്രിയ സംസാരിക്കും. ആ മാം കേൾക്കുന്നുണ്ടോ? ആ കേൾക്കാം കേൾക്കാം. വീഡിയോ ഓൺ ചെയ്യാവോ? ഓൺ ചെയ്യാം. എന്റെ പേര് വിഷ്ണുപ്രിയ, മാവേലിക്കരയാണ് സ്ഥലം. ഞാൻ ബികോം ഗ്രാജുവേഷൻ ആയിരുന്നു. ഇപ്പൊ 2 വർഷമായി കംപ്ലീറ്റ് ചെയ്തിട്ട്. പിന്നെ എനിക്കൊരു മോളുണ്ട്, 9 മാസം ആയതേ ഉള്ളൂ. പിന്നെ കൂടെ ആരോ പോയത് ഞങ്ങൾ കണ്ടു. പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, അയ്യോ എവിടെ സ്ഥലം പറഞ്ഞേ? മാവേലിക്കര. മാവേലിക്കര. എന്താ ഇപ്പൊ പറയാനുള്ള എന്താണ് എല്ലാവരും? സ്പെഷ്യാലിറ്റി ഓഫ് മാവേലിക്കര? സ്പെഷ്യാലിറ്റി മലയാളം ലാംഗ്വേജ് നന്നായിട്ട് സംസാരിക്കുന്നത് മാവേലിക്കരക്കാരാണെന്നാണ് പൊതുവെ പറയുന്നത്. ആണ്. സമ്മതിച്ചു, ഞങ്ങള് സമ്മതിച്ചു. പിന്നെ അതെ, പിന്നെ നമ്മളൊക്കെ വേറെ സംസാരിക്കുന്നത് പ്രത്യേകിച്ചൊന്നും മലയാളം ഇല്ല തന്നെയാണല്ലോ അല്ലെ മാവേലിക്കരയെ രാഗി മാം? അതെ, ഇനി വേറെ സർട്ടിഫിക്കറ്റ് വേണ്ടി വരും. ഉം. പിന്നെന്താ, വേറെ എന്തെങ്കിലും ഉണ്ടോ സ്പെഷ്യാലിറ്റി? പിന്നെ അങ്ങനെ സ്പെഷ്യാലിറ്റി ഒന്നും ഇല്ല മാം. സ്പെഷ്യൽ ഫുഡ് എന്തെങ്കിലും ഉണ്ടോ മാവേലിക്കര? ഫുഡ് മറ്റേ കൊഞ്ചുമാങ്ങ എന്ന് പറയും, ഈ ഭരണിക്ക് സമയത്തൊക്കെ ഒരു സ്പെഷ്യൽ ആണ്. കുംഭഭരണിയൊക്കെ അല്ലെ, ചെമ്മീൻ കഴിച്ചിട്ടുണ്ടാവോ? ആണോ? അതെ അതെ അതെ. ചെമ്മീനാണോ ഉദ്ദേശിച്ചത്? അതെ അതെ അതെ. ഓക്കെ 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 ഓക്കെ, താങ്ക് യു. ഓക്കെ. രണ്ടുപേരും കൂടി വരാനുള്ളത് തോന്നുന്നുണ്ട്. സാലിഹത്ത് സംസാരിച്ചിട്ടില്ല. ആ വിഭ സംസാരിച്ചല്ലോ അല്ലെ? വിഭ സംസാരിച്ചു. സാലിഹത്തും അതുപോലെ തന്നെ ഐഫോൺ ആരായിരുന്നു? ഹസ്ന. പിന്നെ ഹൃദ്യ. ഹൃദ്യയാണ്. അതെ. ആരാ വരുന്നേ? ഹൃദ്യയാണോ സാലിഹത്താണോ? സാലിഹത്ത് വരും അല്ലേ? സാലിഹത്തെ ഇത്ര നേരം ആള് ആക്റ്റീവ് ആയിരുന്നല്ലോ. കേൾക്കണില്ലേ? കേൾക്കാം. എന്റെ പേര് സാലിഹത്ത്. ഞാനിവിടെ മലപ്പുറം പാണ്ടിക്കാട് പറയും. ഞാൻ ബികോം കഴിഞ്ഞ് 2 year ആയി. പിന്നെന്താ എന്താ ജനിച്ച മലപ്പുറത്തെ നാടിന്റെ എന്താണ് അഭിപ്രായം? എന്ത്? മലപ്പുറത്തെ കുറിച്ച് എന്താണ് അഭിപ്രായം? പറയാ. എന്റെ പേര് ഹസ്ന, ഞാൻ തൃശ്ശൂർ തന്നെയാണ്. ഇപ്പൊ ബികോം കഴിഞ്ഞിട്ട് ഒരു 5 വർഷമായിണ്ട്. പിന്നെ വേറെ പ്രത്യേകിച്ച് ഒന്നുമില്ല. തൃശ്ശൂരാണ് സ്ഥലം. എന്താ തൃശ്ശൂരിനെ കുറിച്ച് 2 വാക്ക് പറയൂ. പറഞ്ഞിട്ടേ വിടുള്ളൂ, എന്താ ചെയ്യാ, പറഞ്ഞോളൂ. തൃശ്ശൂര് ഞാനിവിടെ വാടാനപ്പള്ളി അവിടെ ഇപ്പൊ ബീച്ച് ഇപ്പൊ ഇതായിട്ട് സ്നേഹതീരം ബീച്ച് ഉള്ള ബീച്ചും ഫേമസ് ആയിണ്ട്. ഓഹോ ബീച്ച് പോവാറുണ്ടോ? പോവാറുണ്ട്, ഫാമിലി ആയിട്ട് പോകും. അങ്ങനെ അപ്പൊ കൂടുതൽ മെജോറിറ്റി കോഴിക്കോടുകാരാന്ന് തോന്നുന്നുണ്ട്. അതെ അതെ അതെ. പിന്നെ തൃശ്ശൂരുകാരും ഉണ്ട്, പക്ഷെ മെജോറിറ്റി കോഴിക്കോടാണ്. അതെ. ഓക്കെ, അപ്പൊ നമുക്കൊരു ഗെയിമിലോട്ട് പോവാം. ആൾക്കാരുടെ എണ്ണം കുറയാണോ കൂടുകയാണോ ചെയ്യണേ? ഒരു ഗെയിമിലോട്ട് പോവാ അല്ലേ? അതെ, ഗെയിമിലോട്ട് പോയാലോ? ഷെയർ ചെയ്തോട്ടെ? ഷെയർ ചെയ്തോളൂ മാം. ഓക്കെ, അപ്പൊ നമ്മളിപ്പം ഒരു ഗെയിം കളിച്ചത് സൂം ഇൻ സൂം ഔട്ട് ആയിരുന്നു. ഏകദേശം അതുപോലെയൊക്കെ തന്നെ ഒരു ഗെയിം ആണിത്, പക്ഷെ കുറച്ച് നോളജബിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം അല്ലെ മാം? അങ്ങനെ ഒരു ഗെയിമാണിത്. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം. ഡീകോഡ് ആൻഡ് ഡിസ്കവർ ലോഗോസ് ആൻഡ് ഷോർട്ട് ഫോംസ് ചാലഞ്ച് ആണ്. ആരാണ് നമുക്ക് ഈ പറയുന്ന ലോഗോസും അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ
ആരാണ് മെൻഷൻ ചെയ്യുന്നത് അല്ലെങ്കിൽ പറയുന്നതെന്ന് നോക്കാം. ഐഡന്റിഫൈ Okay, അപ്പം ചെയ്യുന്നത്. അതെ. അപ്പം ഓരോ ലോഗോയും നമ്മൾ ഇവിടെ കാണിക്കുന്നുണ്ടാവും. 10 സെക്കൻഡ്സ് ആയിരിക്കും അവിടെ വിസിബിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുക. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നിങ്ങൾ ഒന്നുകിൽ റൈറ്റ് ഡൗൺ ചെയ്യണം എന്നില്ല, പറഞ്ഞാൽ മതി. അൺമ്യൂട്ട് ചെയ്ത് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓരോ കറക്റ്റ് ആൻസേഴ്സിനും ഓരോ പോയിന്റ് വെച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നുണ്ടാവുക നിങ്ങൾക്ക്. അതുപോലെ തന്നെ എന്താണ് ഹയസ്റ്റ് സ്കോർ കിട്ടിയത് ആരാണോ ആ വ്യക്തിക്കായിരിക്കും അല്ലെങ്കിൽ ആ വ്യക്തിയായിരിക്കും വിന്നർ ആയിട്ട് നമ്മൾ ഡിക്ലെയർ ചെയ്യുക. ക്യാമറ ഒക്കെ ഓൺ ചെയ്ത് അൺമ്യൂട്ട് ഒക്കെ ചെയ്ത് നല്ല ആക്റ്റീവ് ആയിട്ട് ആൻസേഴ്സ് പറയുന്നവരായിരിക്കും നമ്മുടെ വിന്നർ. അല്ല മാം? അതുകൂടി ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നു അതിലേക്ക്. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ അപ്പുറത്തിരിക്കുന്ന ആളോടോ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടടുത്തിരിക്കുന്ന വീട്ടിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോടൊക്കെ ചോദിക്കാം കേട്ടോ. ഈ പറഞ്ഞ പോലെ അങ്ങനെയൊക്കെ നമുക്ക് ആൻസേഴ്സ് പറയാം. ഓക്കെ, നോക്കാം. ഫസ്റ്റ് ലോഗോ ആണിത്. നെറ്റ്ഫ്ലിക്സ്. പോരട്ടെ. നിങ്ങൾ ക്യാം ഓൺ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ വേഗം ആൻസർ ചെയ്യണം, നമുക്ക് അറിയാനും പറ്റും ആരാ പറയുന്നതെന്നുള്ളത്. അതെ, അടുത്തത് അപ്പോഴല്ലേ നമുക്ക് വിന്നറെ. ആ. സെബിൻ മാത്രമാണ് എനിക്ക് തോന്നുന്നു ആധാർ എന്ന് പറഞ്ഞതല്ലേ മാം? അതെ അതെ, ബാക്കി എല്ലാവരും എവിടേക്കോ മൈൻഡ് പോയിക്കണു. അതെ, തിരിച്ചു വരൂ, തിരിച്ചു വരൂ, തിരിച്ചു വരൂ. SBI. പോരട്ടെ, പോരട്ടെ. എല്ലാവർക്കും SBI ആണ്. പറയൂ പറയൂ. ആരും ഒന്നും മിണ്ടാത്ത. കാണാണല്ലോ. ഇത് നമ്മളെ വീട്ടിൽ എനിക്ക് തോന്നുന്നു ഡെയിലി യൂസിലൊക്കെ ഒരുപാട് യൂസ് ചെയ്യുന്ന ബ്രാൻഡ് അല്ലേ? പരസ്യങ്ങൾ അത്യാവശ്യത്തിലേറെ വരാറുണ്ട്. അതെ, നോക്കാം അല്ലെ? ഗസ് ചെയ്താ മതി. ആൻസർ പറഞ്ഞില്ലേലും ഗസ് ചെയ്താ മതി. എന്തായാലും പറ. ആർക്കും അറിയില്ല. അപ്പൊ നമുക്ക് ആൻസർ നോക്കാല്ലേ മാം? അതെ. ആ, ഓക്കെ. ആൻസർ റീഡ് ചെയ്യാവോ? നിങ്ങളൊന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട്. അതിന് പറ്റുമോ നിങ്ങൾക്ക്? ഡാബർ. നെക്സ്റ്റ്. ഒക്കെ പറയൂ സെബിനെ. സെബിനൊക്കെ പറയൂ. സെബിൻ ടാറ്റ. സെബിന് ഉഷാറായിട്ടുള്ളത്. ടാറ്റ. ഓക്കെ, ടാറ്റ. സെബിനെ നമ്മൾ ഹെഡിൽ കയറ്റി ഇരുത്തു കേട്ടോ. അതെ, ഗുഡ് ബോയ് ആണ് സെബിൻ. സെബിൻ പറയാ ഇത് നിങ്ങള് മുഴുവൻ ഇപ്പൊ പറഞ്ഞത് പറഞ്ഞു, ഇനി നിങ്ങൾ പറയണം. അതെ, അതാണ് സെബിന്റെ മനസ്സിൽ കൂടെ പോകുന്നതല്ലേ. അതെ. ഇനി അടുത്തത് റിലയൻസ്. അതെ, ആരാണ് ആരത് പറഞ്ഞത്? ലിഷ്ണല്ലേ പറഞ്ഞേ? അതെ അതെ അതെ. വേറൊരു ഓപ്ഷനും അല്ല, ഗസ് ചെയ്യൂ. അതല്ല രസം. ക്യുസിന്റെ ഒക്കെ ഒരു രസം എന്ന് പറഞ്ഞാൽ ഗസ്സിങ് അല്ലേ? ആൻസർ തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് തോന്നുന്ന ആൻസേഴ്സ് നിങ്ങൾ പറയാം. ഇന്നോവേറ്റീവ് ആക്കാനാണ്. നിങ്ങളെ ഇന്നോവേറ്റീവ് ആക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു ഗെയിംസിലൊക്കെ നിങ്ങളെ ഇന്ററാക്ട് ചെയ്യിപ്പിക്കുന്നത്. നോക്കാം നമുക്ക്. അതെ, റിലയൻസ് തന്നെയാണ് കേട്ടോ. നെക്സ്റ്റ് നോക്കാം. ഇതറിയാത്തതായിട്ട് ആരും ഉണ്ടാവില്ലല്ലോ. എന്താണ് ആൻസർ പറയാത്തെ? LIC ആണോ? വേറെ ഓപ്ഷൻസ്? വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? എനി ഗസ്? നമുക്കൊരു ഗെയിം കൂടി കളിക്കണം. വേഗം വേഗം ആൻസർ പറയൂ. ഇങ്ങനെ അടങ്ങിയിരിക്കുന്നവരെ എണീറ്റ് ഓടേണ്ടി വരുന്ന ഗെയിമാണത് അല്ലേ മാം? അതെ അതെ അതെ. ആരാണ് LIC എന്ന് പറഞ്ഞത്? ലിഷ്ണ. ലിഷ്ണ. ഓക്കെ, അടുത്ത. ഓക്കെ, ഇത് ആർക്കെങ്കിലും പറയാവോ? കുറച്ച് ടഫാണോ ചോദിച്ചാൽ ചിലപ്പോ പറയൂട്ടാ. ലൂയി വിറ്റോൺ ആണ്. ലിഷ്ണ. ലിഷ്ണ ഒരു സംഭവമാണ് എന്നല്ലേ? അതെ അതെ. എങ്ങനെ ഈ ബ്രാൻഡ് എങ്ങനെയാ ലിഷ്ണയ്ക്ക് യൂസ് ചെയ്യാറുണ്ടോ? ഞാൻ എല്ലും മീൻ കൊണ്ടും അങ്ങനെ പറഞ്ഞു നോക്കിയതാ. എനിക്ക് അങ്ങനെ ഉറപ്പില്ല. എറിഞ്ഞു നോക്കിയതാണ് കൊണ്ടുല്ലേ? വിനയം വിനയം. അതെ അതെ, എറിഞ്ഞു നോക്കിയതാണ് കൊണ്ടു മാം. അതെ. ഓക്കെ, അടുത്തത് ആൻസർ നോക്കാം അല്ലെ? ലൂയി വിറ്റോൺ തന്നെയാണ് കേട്ടോ.
സ്റ്റാർബക്സ്. കുറച്ചൊരു എനർജി പോകുന്നു. അതെ, നെക്സ്റ്റ് പറയുമ്പോ നോക്കാം. അത്രയും ടഫ് ആയിട്ടുള്ളതൊന്നും ഇല്ല, പക്ഷെ എന്താന്നറിയില്ല. അതെ അതെ. പറയൂ. മാസ്റ്റർ കാർഡ്. ഇസബിൻ, യെസ്. നോക്കാം. അതെ, യെസ്, മാസ്റ്റർ കാർഡ്. ഇനി കുറച്ച് ഷോർട്ട് ഫോംസ് ആണ് കേട്ടോ. ഇപ്പൊ നമ്മൾ ഗസ് ചെയ്യായിരുന്നല്ലോ എന്തിന്റെ ആണ് അല്ലെങ്കിൽ ഏത് ബ്രാൻഡ് ആണെന്നൊക്കെ നമ്മൾ ഗസ് ചെയ്യല്ലേ ചെയ്ത്. ഇനി നമ്മൾ നോർമലി ഇപ്പം ഡെയിലി ലൈഫിലും അല്ലാതെ നമ്മളിപ്പം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ചില ഷോർട്ട് ഫോമുകൾ നമ്മൾ യൂസ് ചെയ്യാറുണ്ട് അല്ലെ, മെസ്സേജ് ചെയ്യുമ്പോഴൊക്കെ. അതിന്റെ എന്താ പറയാ ഫുൾ ഫോം ആണ് നിങ്ങൾ പറയേണ്ടത് കേട്ടോ. ASAP. As soon as possible. Yes, you are the link of the link between the link. പോരട്ടെ, വേറെ ഏതെങ്കിലും ആൻസേഴ്സ് നിങ്ങൾക്ക് തോന്നുന്നത്? നിങ്ങൾക്ക് ഇന്നോവേറ്റീവ് ആയിട്ട് കണ്ടുപിടിക്കാം കേട്ടോ അതിന്റെ ഫുൾ ഫോം ഒക്കെ. ആസ് സൂൺ ആസ് പോസിബിൾ തന്നെ ആവണമെന്നൊന്നുമില്ല, നമുക്ക് നമ്മുടേതായിട്ടുള്ള ഫുൾ ഫോം ഉണ്ടാക്കാം. അതെ, സ്പോട്ടില് ക്യാമറ ഓഫ് ചെയ്ത് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നെ എങ്ങനെയാണ് നമ്മൾ ഇന്നോവേറ്റീവ് ആവുക? പോരട്ടെ, ആൻസേഴ്സ് പോരട്ടെ. ആസ് സൂൺ ആസ് പോസിബിൾ. ഓക്കെ, അടുത്ത നോക്കാം. UPI. എന്താണ് MCOM ജാൻ ബാച്ച് ഉറങ്ങിയോ? രാഗി മാം ഉറങ്ങിയോ? ഞാനതാ ചോദിക്കാൻ വരുന്നേ. ഒരനക്കില്ലല്ലോ, എല്ലാവരുടെയും ക്യാമറ ഓഫ് ആണ്. സെബിൻ മാത്രമാണ് ഓൺ ആക്കിയിരിക്കുന്നത്. നമ്മൾ ഒരുപാട് പ്രതീക്ഷകളായിട്ടാണ് MCOMന്റെ ഓറിയന്റേഷൻ സെഷൻ നമ്മുടെ തുടങ്ങിയിട്ടുള്ളത്. ഫസ്റ്റ് സെഷൻ ആണിത്. ഇനി നിങ്ങൾക്ക് ഇതുപോലെ ഒരുപാട് സെഷൻസ് വരുന്നുണ്ട്. അപ്പൊ ഇതിലൊക്കെ ഇങ്ങനെ ഈ ഒരു ഗെയിമിംഗ് സെഷനിൽ തന്നെ നിങ്ങൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഭയങ്കര ബോറിംഗ് ആയിരിക്കും. ഗസ് ചെയ്തോ തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല. ഗസ് ചെയ്താ മതി, തെറ്റിക്കോട്ടെ. നമ്മൾ മാത്രമേ ഉള്ളൂ ഇവിടെ. യൂണിഫൈഡ് പേയ്മെന്റ് ഇന്റർഫേസ്. അങ്ങനെ പോരട്ടെ നോക്കാം നമുക്ക് ആൻസർ എന്താന്ന്. പറഞ്ഞു എന്ന് തോന്നുന്നു. എനിക്ക് തോന്നുന്നു 1-2 പേരൊക്കെ ആൻസേഴ്സ് പറഞ്ഞിട്ടുണ്ട്. 1-2 പേരൊക്കെ പറഞ്ഞു. പക്ഷെ അവര് വളരെ എന്താ പറയാ മനസ്സിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. പേടിച്ചിട്ട് പേടിക്കില്ല. സീരിയസ് ആക്കി എടുക്കുകയാണ്. ഇത് ഗെയിമാണ്. നമ്മൾ പറഞ്ഞല്ലോ ഗെയിമാണ്. അപ്പൊ നമ്മൾ കൂൾ ആയിട്ടിരിക്കുക. നമുക്ക് തോന്നുന്ന ആൻസേഴ്സ് നമുക്ക് പറയാം. ഇതിലിപ്പോ ഒരു മാർക്ക് എന്നിട്ട് പറയാ, ആരും മാർക്ക് ഇടാൻ ഒന്നിനും നിൽക്കുന്നില്ല. അതെ. IDK എന്തായിരിക്കും? I don't know. നെക്സ്റ്റ് I don't know. അറിയില്ല? നിങ്ങൾക്ക് ഉത്തരം അറിയില്ല? അയ്യേ, I don't know. MCOMലൊക്കെ എത്തിയിട്ട് I don't know എന്ന് നോക്കാം നമുക്ക്. I don't know. എനിക്കും അറിഞ്ഞൂടാ. നെക്സ്റ്റ് JK. Just kidding. അതറിയുന്നുണ്ട് കേട്ടോ. ഞാൻ വിചാരിക്കില്ല ജമ്മു കാശ്മീർ എന്ന് പറയുന്നു. മാം സ്റ്റുഡൻസിനെ തെറ്റിദ്ധരിച്ചിരിക്കുന്നു. അതെ. Just kidding. PDF. വീണ്ടും സൈലന്റ് ആയല്ലോ. പോർട്ടബിൾ. പറയോ പോന്നോട്ടെ, കുഴപ്പമില്ല, പോന്നോട്ടെ. നിങ്ങളുടെ ഗസ് ആയാൽ മതി, ഗൂഗിളിന്റെ ഗസ് വേണ്ട. പോർട്ടബിൾ ഡോക്യുമെന്റ്. ഡൗൺലോഡ് ഫയലാ? പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ്. ഡോക്യുമെന്റ് ഫോർമാറ്റ്, പോർട്ടബിൾ ഡൗൺലോഡ് ഫയൽ. നെക്സ്റ്റ് പോരട്ടെ. നോക്കാം അല്ലെ? അതെ ആൻസർ നോക്കാം. ഫയൽ അല്ല, അവിടെ ഫോർമാറ്റ് ആണ്. പോർട്ടബിൾ ഡോക്യുമെന്റ് ഫോർമാറ്റ് ആണ്. നമുക്കൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഗെയിം കളിക്കേണ്ടതാ. അതെ. KCB. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. ബൾബിന്റെയും ഫാനിന്റെയും ചോട്ടിലാ ഇരിക്കുന്ന കേട്ടോ. കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. ഇതറിയുന്നുണ്ടല്ലേ? ഇതറിഞ്ഞില്ലെങ്കിൽ നമുക്ക് നാണക്കേടല്ലേ അല്ലേ? കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ്. സിം.
SIM stands for ഒന്ന് ചിന്തിച്ചു നോക്കിക്കേ. സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മൊഡ്യൂൾ. ഇനി നമ്മളോട് ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ തെറ്റിക്കില്ല അല്ലെ. ATM ഓട്ടോമാറ്റിക് ടെല്ലർ മെഷീൻ. ദുർഗ മാം, ഞാനൊരു ആ, കാര്യം ചോദിക്കട്ടെ, ഇവര് ഇത് കളിക്കുമ്പോ ഭയങ്കര ഉഷാറ് കുറവാ. നമുക്കാണെങ്കിൽ ഇത്തിരി സമയം കൂടിയുള്ള ബാക്കിയുള്ള ഗ്രാബ് ആൻഡ് റൺ എടുക്കാന്ന് തോന്നുന്നു അല്ലെ. അതെ അതെ അതെ. ഇനി കുറച്ച് അവരൊന്ന് ശരീരം അനങ്ങി കളിക്കട്ടെ. ഓക്കെ മാം ഷെയർ ചെയ്യാവോ അതോ ഞാൻ നോക്കട്ടെ ട്ടാ. ചെയ്യാം. എന്തായിരിക്കും ഗ്രാബ് ആൻഡ് റണ്ണിന്റെ മീനിങ്, അല്ലെങ്കിൽ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? എവിടെയെങ്കിലും മുന്നേ കേട്ടിട്ടുണ്ടോ? മാം സ്ലൈഡ് കംപ്ലീറ്റ് ആയിട്ട് വന്നിട്ടില്ല. അതെ അതായത് നമ്മുടെ സ്ലൈഡ് മാത്രമായിട്ട് വിസിബിൾ അല്ല, ഫുൾ സ്ക്രീൻ സ്റ്റോപ്പ് ഷെയർ ആയിട്ടുണ്ട്. ഓക്കെ അല്ലേ? സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടേ, നോക്കാം. ഓക്കെ നമ്മളിവിടെ എന്തെങ്കിലും ഒരു ചെറിയൊരു വസ്തുക്കൾ കാണിച്ചു തരും. അത് നിങ്ങൾ നിങ്ങളുടെ തൊട്ടപ്പുറത്തുനിന്ന് വേഗം പോയിട്ട് പിക്ക് ചെയ്ത് കൊണ്ടുവരണം. സമയം Camera on വളരെ ചെയ്യൂ. കുറവാണ്. ഇനി ഏകദേശം ഒരു 10 മിനിറ്റ് 7 മിനിറ്റോളം ഉള്ളൂ നമ്മുടെ കയ്യിൽ. അപ്പൊ അതിന്റെ ഉള്ളിൽ നമുക്ക് വേഗം ഇത് ഗെയിം കളിക്കണം കേട്ടോ. അതെ. വിഭയ്ക്ക് മേ ബി പോസിബിൾ ആവില്ല. ബാക്കി എല്ലാ വിവരം അടുത്തിരിക്കുന്ന എന്തെങ്കിലും ഐറ്റംസുകൾ ഉണ്ടെങ്കിൽ നോക്കാം കേട്ടോ. കാണിക്കാം. അതെ. ക്യാമറ ഓൺ ചെയ്യാവോ? ഗ്ലാസ് ക്യാമറ ഓൺ ചെയ്യൂ. ക്യാമറ ഓൺ ചെയ്യാനായിട്ട് എന്നാലും നമുക്ക് Camera കാണാൻ on പറ്റും ചെയ്യൂ. നിങ്ങൾ എടുത്തു എന്നുള്ളത്. ഗ്ലാസ് ലിഷ്ന, എങ്ങനെ പോയി കഴിഞ്ഞാൽ camera on സെബിനാവും ചെയ്യൂ. വിന്നർ. ക്യാമറ ഓൺ ചെയ്യൂ. വിഭ, Glass. ലിഷ്ന. കപ്പ് മതിയോ? മതി മതി. ആ ഇനി ഒരുപാട് പേര്. ഹൃദയ, സംഗീത അല്ലേ, സാംസങ് സംഗീത, എല്ലാരും സംഗീതത്തിന് പോയോ? പോയി എന്ന് പറഞ്ഞല്ലോ. മിരായ. ഓക്കെ, ഇനി അടുത്തായിട്ട് എടുക്കാം നമുക്ക്. കാണിക്കാം. സ്പെക്സ്. ഓ ഒരാൾക്ക് തപ്പണ്ട. സെക്കൻഡ്സുകളേ ഉള്ളൂ ഇവിടെ നമ്മുടെ കയ്യില്. ലിഷ്ന കാണിക്കുന്നുണ്ട്. കൊണ്ടുവന്നിട്ടുണ്ട്. ലിഷ്ന കാണിച്ചിട്ടുണ്ട്. ലിഷ്ണയുടെ മോനാണ് ഇവിടുന്ന് കാണിക്കുന്നത്. സെബിൻ കിട്ടി. സ്പൈഡർമാൻ ആണ് കോമ്പം കൊണ്ട് എത്തിയത് കേട്ടോ. ഓക്കെ, സിസേഴ്സ്. ഷൈല പോയി ഇപ്പൊ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ എത്താറായി. എത്തും. അതെ. ലിഷ്ണക്ക് കിട്ടി. ലിഷ്ണയ്ക്ക് ലിഷ്ണയുടെ കിട്ടി. മോന് സെബിൻ സ്പൈഡർമാൻ തന്നെ കേട്ടോ. ലിഷ്ണ സെബിൻ കിട്ടി. എല്ലാം പറഞ്ഞ് എന്താ പറയാ, നമ്മുടെ മറ്റേ നെറ്റ് കൊണ്ട് ആൾ എത്തിക്കുന്നുണ്ട് അമ്മയുടെ അടുത്ത് അല്ലേ. അതെ, ഷഹിലെത്തി. ഇതിപ്പോ ആൾക്കാ തോന്നുന്നുണ്ട് ഓറിയന്റേഷൻ. അതെ. പെൻ ഓർ പെൻസിൽ. ലിഷ്ണയുടെ മോ എവിടെ? വിഭ കാണിക്കുന്നുണ്ട്. വിഭ കൊണ്ടുവന്നു. വിഭ, സെബിൻ, ഷഹ്ല. ബാക്കി എല്ലാരും ഉറങ്ങിപ്പോയോ? ലിഷ്ണ കൊണ്ടുവന്നോ? സ്പൈഡർമാൻ പോയ? അവിടെ ലിഷ്ണ 3 പെന്നൊക്കെയാ കൊണ്ടുവന്നത്. പെൻസിലും പെന്നും എല്ലാം ഉണ്ട് നിങ്ങൾ കയ്യില്. മിണ്ടി പോരുന്നു പെന്നിന്റെയും പെൻസിലിന്റെയും കാര്യം. അതെ. ബുക്ക്. സെബിൻ കാണിക്കുന്നുണ്ട്. ലിഷ്ണ, ലിഷ്ണ. ഷഹ്ല. ഓക്കെ, സെബിൻ, ഷഹ്ല. ഇവര് മാത്രം കളിക്കുന്നുള്ളൂ കേട്ടോ ദുർഗ മാം. അതെ 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 ശരിയാ. പ്ലേറ്റ്. അടുക്കള വരെ ഒന്ന് പോണം നിങ്ങൾ പ്ലേറ്റ് എടുക്കാൻ. അതെ. ഷൈല പോവാൻ കണ്ടിട്ടില്ലാന്ന്. സെബിൻ എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് തന്നെ എല്ലാം ഒപ്പിക്കുന്നുണ്ട്. അതെ അതെ, എന്തൊരു സഞ്ചാരി താഴെ കൂടെ കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട്. എനിക്കൊരു സംശയം ഉണ്ട് അങ്ങനെ. ഷൈലക്ക് കിട്ടി. അതെ. സ്പൈഡർമാൻ എവിടെ? സ്പൈഡർമാൻ ലിഷ്ണ കൊണ്ടുവന്നു. ഓക്കെ, അവൻ ഭയങ്കര ഹാപ്പിയാണ്. അവിടെ കിടന്ന് ചാടുകയാണ്. പോരണ്ട, അടുക്കളയിൽ നിന്നോ. ഒരു ഐറ്റം കൂടി ഉണ്ട്. സ്പൂൺ. ഇതൊന്നും നിങ്ങൾ അടുക്കളയിൽ നിൽക്കാൻ നല്ലതെന്ന് തോന്നുന്നുണ്ടല്ലോ. ഓൾമോസ്റ്റ് എല്ലായിട്ട് അവിടെ. അതെ 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 അതെ. എവിടെ സ്പൈഡർമാൻ? സ്പൈഡർമാൻ പോയില്ലോ. സെബിന് കിട്ടി. സെബിന് കിട്ടി. സെബിൻ എല്ലാം ടേബിളിൽ എടുത്തു വെച്ചാലോ. ഈ PPT എങ്ങാനും സെബിന് കിട്ടിയോ കുറച്ച് മുന്നേ? അതെ. വർക്ക് ചെയ്യാണ്. പെർഫ്യൂം. അതും അടുത്തന്നെ ഉണ്ട്. വിഭ കാണിക്കുന്നുണ്ട്. ഷഹ്ലക്ക് കിട്ടിയില്ലേ? തപ്പാൻ വയ്യ മിസ് ആയിരിക്കും. അതാണ് ആ ഒരു എക്സ്പ്രഷൻ. റിമോട്ട്.
ആ ഷഹലക്ക് കിട്ടി. ലിഷ്ന സ്പൈഡർമാൻ എവിടെയാണ് സ്പൈഡർമാന്റെ നിങ്ങൾ? കയ്യിൽ അത് ഉണ്ടാവേണ്ടതാണല്ലോ. വിഭയ്ക്ക് വിഭയ്ക്ക് കിട്ടി. കിട്ടി. ലിഷ്ന സ്പൈഡർമാൻ പോയി തോന്നുന്നുണ്ടല്ലോ. പോയി തപ്പാൻ പോയതാവും, റിമോട്ട് അതെ, നമുക്ക് തിരക്കാൻ അടുത്തേക്ക് പോയതാണ്. പോവാം. അതെ സ്പൈഡർമാൻ ഞങ്ങൾക്ക് ഇത്തിരി ധൃതിയിട്ട് ഞങ്ങൾ മുമ്പോട്ട് പോവുകയാണ്. അതെ. എനിത്തിങ് ഇൻ റെഡ് കളർ. എനിത്തിങ്. ഷഹലക്ക് എവിടെയും പോകണ്ട. അതെ അതെ, ഞങ്ങള് റെഡ് ആയിട്ട് സ്പൈഡർമാൻ. സ്പൈഡർമാൻ ഡോള്. വിഭയ്ക്ക് ഒരു ക്യൂട്ട് ഡോൾ കേട്ടോ. വിഭേനെ ഞങ്ങളൊന്ന് എന്താ പറയാ, വിഭ എടുക്കുന്ന എഫേർട്ട്, വിഭ തീരെ വയ്യാത്തതാ, എന്നാലും വിഭ അതിന്റെ അതെല്ലേ. ചെയ്യുന്നുണ്ട്. ഓക്കെ, ഓക്കെ. അപ്പൊ എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഒരു ഗെയിം? എങ്ങനെ ഉണ്ടായിരുന്നു? ഇഷ്ടപ്പെട്ടോ? നല്ലതായിരുന്നു. അതെ അതെ നല്ലതായിരുന്നു. 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 ഓക്കെ, അപ്പൊ നമുക്ക് നമ്മളുടെ ഫസ്റ്റത്തെ സെഷന്റെ ഏകദേശം വൈൻഡിങ് അപ്പ് പാർട്ടിലൂടെ നമ്മൾ കിടക്കുകയാണ് അതെ. അല്ലെ? ഇനി നമുക്ക് സെക്കൻഡ് സെഷൻ ആണ്. അതായത് നിങ്ങളുടെ ഇനി വരുന്ന സെഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളതാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതായത് നിങ്ങൾ ഓൾറെഡി ഇപ്പം ഒരു ഇത് സെഷൻ വെറും ഒരു തുടക്കം മാത്രം അല്ലെ? മാത്രം. അപ്പൊ ഇനിയിപ്പോ ഒരുപാട് സെഷൻസ് നമ്മുടെ ഇഗ്നോനെ കുറിച്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്ന ഒരുപാട് സെഷൻസ് വരുന്നുണ്ട്. അപ്പൊ അത് എന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക, അല്ലെങ്കിൽ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങളുടെ ഒരു റോഡ് മാപ്പ് എങ്ങനെയാണ് ഇനി അപ്കമിങ് സെഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി നെക്സ്റ്റ് സെഷൻ എന്ന് പറയുന്നത് ഇഗ്നോ അൺബൗണ്ട്, എക്സ്പ്ലോറിംഗ് റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അതായത് ഇഗ്നോ റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ കാര്യങ്ങളും, നിങ്ങൾ എന്തൊക്കെയാണോ ഇഗ്നോയുടെ രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, എക്സാം രജിസ്ട്രേഷൻ, അസൈൻമെന്റ്സ്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ടല്ലോ. അപ്പൊ അതെല്ലാം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അതില് എക്സ്പെർട്ടൈസ് ആയിട്ടുള്ള വ്യക്തികൾ നിങ്ങൾക്ക് അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ടാവും. അത് കഴിഞ്ഞ് വരുന്ന സെഷൻ എന്ന് പറയുന്നത് ഇന്നോവേറ്റ് വിത്ത് ലേൺ വൈസ് സ്ട്രാറ്റജീസ് ഫോർ മോഡേൺ ലേണിംഗ്. അതായത് എന്താണ് ലേൺ വൈസ് എന്നും ലേൺ വൈസിന്റെ ഇക്കോസിസ്റ്റം എന്താണെന്നുള്ളതും ഒക്കെയാണ് നമുക്ക് തേർഡ് സെഷനിൽ പറയുന്നത്. സെഷൻ 4 വരുമ്പോ ഡിജിറ്റൽ ലാൻഡ്സ്കേപ്പ്, നാവിഗേറ്റിംഗ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം. അതായത് ലേൺ വൈസിന്റെ വിതരം പ്ലാറ്റ്ഫോമുകൾ ഏതൊക്കെയാണ്, അല്ലെങ്കിൽ എങ്ങനെയാണ് ലേൺ വൈസ് ആപ്പിന്റെ യൂസസുകള്, കാര്യങ്ങള് എന്തൊക്കെയാണ് ലേൺ വൈസ് ത്രൂ നിങ്ങൾക്ക് കിട്ടുന്നത്, അതെങ്ങനെയാണ് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യങ്ങളാണ് സെഷൻ 4 നമ്മൾ എന്ത് ചെയ്യുന്നത്, പറഞ്ഞു തരുന്നത്. സെഷൻ 4 ഇല്ലുമിനേഷൻ, അതായത് നമ്മളുടെ അലുമിനി സക്സസ് സ്റ്റോറീസോളാണ് നമ്മൾ എന്ത് ചെയ്യണം ഇവിടെ നിന്ന് പഠിച്ചിറങ്ങി ഒരു കോഴ്സ് കംപ്ലീറ്റ്ലി പഠിച്ചിറങ്ങിയിട്ടുള്ള കുട്ടികളുടെ സക്സസ് സ്റ്റോറീസോളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് ഇവിടെ ഷെയർ ചെയ്യുന്നത്. പിന്നെ സെഷൻ 6 പോകുമ്പോൾ ദി പവർ ഓഫ് കമ്മ്യൂണിറ്റി, അതായത് ലേൺ വൈസ് ടീം, ഹോൾ ലേൺ വൈസ് ടീമിന് നിങ്ങൾക്ക് എന്താണ് പരിചയപ്പെടാനാണ്. ലേൺ വൈസിന്റെ ടോപ്പ് മുതൽ അറ്റ് ദി എൻഡ് വരെ കിടക്കുന്ന ഒരു മാനേജ്മെന്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എല്ലാവരെയും നിങ്ങൾക്ക് പരിചയപ്പെടാം. നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ് മുതൽ ഉള്ള എല്ലാവരെയും നിങ്ങൾക്ക് എന്താണ് പരിചയപ്പെടാനുള്ള ലേൺ വൈസിന്റെ ടീമിനെ പരിചയപ്പെടാനുള്ളത്. സെഷൻ 7 വരുമ്പോൾ ഫ്ലൂവന്റ് ആൻഡ് ഫിയർലെസ് എന്ന് പറയുന്ന ലാംഗ്വേജ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്. നമ്മൾ തുടക്കത്തിൽ നമ്മുടെ സ്ലോഗനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇഗ്നൈറ്റ്, ഇന്നവേറ്റ് ആൻഡ് എന്താ പറയുക ഇന്റഗ്രേറ്റ്. അപ്പൊ അതിൽ ഇന്റഗ്രേറ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളുടെ ഓവറോൾ ഡെവലപ്മെന്റ് ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നിങ്ങളുടെ അക്കാഡമിക് വൈസ് മാത്രമല്ല, വൺസ് നിങ്ങൾ ഇവിടുന്ന് പാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ കരിയർ വൈസ് നിങ്ങൾക്ക് ഗ്രോത്ത് വേണം. അപ്പൊ അതും കൂടി നമ്മൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ എന്താണ് ഇംഗ്ലീഷിലെ പ്രോഗ്രാം നമ്മളിവിടെ കണ്ടക്ട് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ലാംഗ്വേജ് സ്കിൽ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത്. പിന്നെ ഫ്യൂച്ചർ ബ്ലൂ പ്രിന്റ് എന്ന് പറയുന്ന രീതിയിൽ സെഷൻ 8 നിങ്ങൾക്ക് ഭാവിയിലുള്ള ഈ ഒരു പർട്ടിക്കുലർ കോഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാസ്റ്റർ ഓഫ് കൊമേഴ്സ് എന്ന് പറയുന്ന, അല്ലെങ്കിൽ കൊമേഴ്സ്യൽ മാനേജ്മെന്റ് രീതിയിൽ നിങ്ങൾക്കുള്ള കരിയർ വൈസ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസുകൾ എന്തൊക്കെയാണ്, ഏതൊക്കെ തരത്തിലാണ് നിങ്ങൾ കരിയർ പ്ലാൻ ചെയ്യേണ്ടത്, സ്കിൽ ഡെവലപ്മെന്റ് കാര്യങ്ങളൊക്കെയാണ് സെഷൻ 8 പറയുന്നത്. സെഷൻ 9 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുമ്പോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങളെ എത്രമാത്രം മെന്റലി ഫിറ്റ് ആണോ അതിനനുസരിച്ചിരിക്കും നിങ്ങളുടെ മുമ്പോട്ടുള്ള യാത്ര. അപ്പൊ നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് അല്ലെങ്കിൽ മെന്റൽ വെൽബീയിങ് എങ്ങനെയായിരിക്കണം എന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ കുറച്ച് സ്ട്രാറ്റജീസുകളും കാര്യങ്ങളും പറഞ്ഞു തരാനായിട്ട് നമുക്ക് സെഷൻ 9 ആ ഒരു രീതിയിലുള്ള ഒരു സെഷനാണ്. പിന്നെ നമ്മുടെ ലാസ്റ്റ് സെഷൻ 10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോഞ്ച് പാഡ്. അവിടെ നമ്മൾ നിങ്ങളുടെ സിലബസ് അക്കാഡമിക് വൈസ് ആയിട്ട് നിങ്ങൾ എന്താണ് അന്നത്തെ ഒരു ദിവസം മുതൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് നിങ്ങളുടെ സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾക്ക് തരികയാണ്. നിങ്ങൾ അക്കാഡമിക് ജേണിയിലോട്ട് കാലുകുത്തി നിങ്ങൾ അന്ന് മുതൽ നിങ്ങൾ പഠനത്തിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ അവിടെ നിങ്ങളുടെ സിലബസ് നമ്മൾ സ്റ്റഡി ടൈം ടേബിൾ നിങ്ങൾക്ക് ഇഷ്യൂ ചെയ്ത് തരും. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക് നമ്മൾ എന്ത് ചെയ്യും, കളക്ട് ചെയ്യും. അതിനോട് കൂടി നമ്മൾ എന്താണ് ഒരു റാപ്പ് അപ്പ് ആണ്. ദുർഗ മാം.
നെക്സ്റ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞ പോലെ ന്യൂ ഹൊറിസോൺസ് ഫോം, അതായത് നിങ്ങൾക്ക് ഓൾറെഡി എന്ത് ഷെയർ ചെയ്തിട്ടുണ്ട്, ഒരു ഫോം, ഒരു ഗൂഗിൾ ഫോം നിങ്ങൾക്ക് എല്ലാവർക്കും ഷെയർഡ് ആയിരിക്കും. അപ്പൊ ആ ഒരു ഗൂഗിൾ ഫോം നിങ്ങൾ മസ്റ്റ് ആയിട്ടും എന്ത് ചെയ്യുക, ഫില്ല് ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കുക. ബിക്കോസ് അത് നിങ്ങളുടെ ജേർണി എളുപ്പമാക്കാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു MCOM എന്നുള്ള ആ ഒരു പ്രോഗ്രാം കംപ്ലീഷന് എളുപ്പമാക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ എങ്ങനെ ട്രെയിൻ ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു ഫോം, നിങ്ങളുടെ പ്രയോറിറ്റീസ് എന്തൊക്കെയാണ് എന്നുള്ളത് മെന്റേഴ്സിന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു ഫോം ഫില്ല് ചെയ്യുന്നത്. അപ്പോൾ മസ്റ്റ് ആയിട്ടും ഇതുവരെ ഫില്ല് ചെയ്യാത്തവരാണെങ്കിൽ അത് ഫിൽ ചെയ്യുക, നിങ്ങളുടെ കറസ്പോണ്ടിങ് മെന്റേഴ്സിലേക്ക്, അല്ലെങ്കിൽ അത് സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, അപ്പൊ അത് നല്ല രീതിയിൽ നിങ്ങളുടെ ഒരു ജേർണി കംപ്ലീറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ ഓക്കെ മാം. അപ്പൊ അതുപോലെ നമ്മളിപ്പം ഈ ഒരു സെഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഇതിൽ പറയുന്ന പോലെ എവ്രി ന്യൂ ഫ്രണ്ട് ഈസ് എ ന്യൂ അഡ്വെഞ്ചർ അല്ലെ. നമുക്ക് ഓരോ, അല്ലെങ്കിൽ നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിലൂടെ, അല്ലെങ്കിൽ നമ്മളിപ്പോ ഈ ഒരു സെഷനിലൂടെ ഒരുപാട് ഫ്രണ്ട്സിനെ നമുക്ക് കിട്ടി അല്ലെ. അപ്പൊ അത് വെച്ച് തന്നെ നമുക്ക് ഒരുപാട് മെമ്മറീസ്, അല്ലെങ്കിൽ ഈ ഒരു ലേൺ വൈസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു MCOM ജേർണി കംപ്ലീറ്റ് ചെയ്യുന്നതിന്റെ ഉള്ളിൽ നമുക്ക് ആ ഒരുപാട് മെമ്മറീസ് ഈ ഒരു ഫ്രണ്ട്ഷിപ്പിലൂടെ, അല്ലെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് കിട്ടാനായിട്ട് സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യും. പാട്രിക് ലിൻഡ്സെ പറയുന്നത് പോലെ തന്നെ എന്താണ്, ഓരോ ഫ്രണ്ട്സും നമുക്ക് എത്രത്തോളം അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണ് പ്രൊവൈഡ് ചെയ്യാന്നാണ് അദ്ദേഹം പറയുന്നത്. ഓക്കെ, അപ്പം വരാൻ പോകുന്ന സെഷൻ എന്ന് പറയുന്നത് ഇഗ്നോ അൺബൗണ്ട് ആണ്. അതായത് നമ്മുടെ എക്സ്പ്ലോറിംഗ് റിസോഴ്സസ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്, ഇഗ്നോയുടെ റിസോഴ്സസ് എന്തൊക്കെയാണ്, നമ്മൾ എങ്ങനെ ഇഗ്നോയുടെ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ നമ്മൾ ഇഗ്നോയിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇഗ്നോ യൂണിവേഴ്സിറ്റി റിലേറ്റ് ചെയ്ത് വരുന്ന എല്ലാ ഡൗട്ട്സും ക്ലിയർ ചെയ്ത് തരുന്ന ഒരു സെഷൻ ആയിരിക്കും നിങ്ങൾക്ക് ഇനി വരുന്നത്. അത് മസ്റ്റ് ആയിട്ടും ഈ ഒരു രീതിയിൽ തന്നെ, ഇതിനേക്കാളും ആക്റ്റീവ് ആവുന്ന രീതിയിൽ അറ്റൻഡ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പൊ നമുക്കിനി നമ്മുടെ ആക്ഷൻ ടാസ്കിലേക്ക് കടക്കാം അല്ലേ മാം? ഓക്കെ, അതെ. നമ്മൾ ഓരോ സെഷൻ കഴിയുമ്പോഴും നിങ്ങൾക്ക് എന്ത് ചെയ്യാറുണ്ട്, ഓരോ ആക്ഷൻ നമ്മൾ തരുന്നുണ്ട്. അപ്പോ ആ ആക്ഷൻ ടാസ്ക് ഞാൻ തരാം. അത് നിങ്ങളുടെ മെന്റേഴ്സിന് അത് സമയബന്ധിതമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അത് ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇന്നത്തെ ഒരു ആക്ഷൻ ടാസ്ക് എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ളതാണ്. അപ്പോ കാണിച്ചു തരാം. ഇന്നത്തെ ഒരു ആക്ഷൻ ടാസ്ക് കാണുന്നുണ്ടല്ലോ അല്ലെ, സ്ക്രീൻ കാണാം. ഫുൾ സ്ക്രീൻ അല്ല, ഇത് PDF ആണ്. കാണുന്നുണ്ടല്ലോ, ഞാൻ താഴോട്ട് കൊണ്ടുവരാം. ഓക്കെ, ഇതില് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. നിങ്ങൾ എന്താണ്, നിങ്ങളുടെ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പൊ ഒരു മോഡൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ നെയിം കൊടുക്കണം, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട്, അതുപോലെ തന്നെ നിങ്ങളുടെ പ്ലേസ് കൊടുക്കുക, നിങ്ങളുടെ സ്ട്രെങ്ത് എന്താണ്, നിങ്ങളുടെ ഹോബീസ് എന്താണ്, നിങ്ങളുടെ ജോബ്. ഇപ്പൊ സെൽഫ് ഇൻട്രൊഡക്ഷൻ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ആ സെൽഫ് ഇൻട്രൊഡക്ഷനിൽ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്തായാലും ഇത്രയും പോയിന്റ്സുകൾ മസ്റ്റ് ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, മെൻഷൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ മെന്ററിന്റെ ഭാഗത്ത് നിന്ന് ആക്ഷൻ ടാസ്ക് ഷെയർ ചെയ്ത് തരും. അത് ഇപ്പൊ നിങ്ങൾ എഴുതിയെടുക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് ഷെയർ ചെയ്ത് തരും. അത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ടാസ്ക് ഫില്ല് ചെയ്തുകൊണ്ട് മെന്ററിന് തിരിച്ചയക്കുക കേട്ടോ. എല്ലാവർക്കും ക്ലിയർ അല്ലേ എന്താണ് ആക്ഷൻ ടാസ്ക് എന്ന്? നമ്മളിപ്പം ചെയ്ത കാര്യം തന്നെയാണ്. നമ്മളിപ്പോ എന്താണോ നിങ്ങൾ എങ്ങനെയാണോ ഇൻട്രൊഡ്യൂസ് ചെയ്തത്, അതൊരു പേപ്പറിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, എഴുതിയിട്ട് സബ്മിറ്റ് ചെയ്യുന്നു. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വളരെ നല്ലൊരു സെഷൻ ആയിരുന്നു. കുറച്ചുകൂടി ആക്റ്റീവ് ആക്കണം. ഇൻ നെക്സ്റ്റ് സെഷനിൽ നിങ്ങൾ കുറച്ചുകൂടി MCOM ലേണേഴ്സ് നല്ല രീതിയിൽ ആക്റ്റീവ് ആവാനായിട്ട് ശ്രമിക്കുക. ഇനി ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള സെഷൻസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഈ പറഞ്ഞ പോലെ ഇഗ്നോനെ കുറിച്ചുള്ള അറിവുകൾ, അതുപോലെ തന്നെ ലേൺ വൈസിലെ എക്കോസിസ്റ്റം എന്താണ്, അതുപോലെ നിങ്ങളെ കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആയിക്കോട്ടെ, നിങ്ങളുടെ മെന്റൽ ഹെൽത്ത് ആയിക്കോട്ടെ, എല്ലാം ഒരേ രീതിയിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന രീതിയിലുള്ള സെഷൻസ് ആണ് ഇനി വരുന്നത്. അപ്പൊ അതെല്ലാം ഈ ഒരു പാർട്ടിസിപ്പേഷൻ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവണം അല്ലേ മാം? അതെ അതെ. അപ്പോ നമുക്ക് ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാം അല്ലേ? അതെ അതെ. അപ്പൊ ഇനിയുള്ള സെഷനിലൊക്കെ നിങ്ങളുടെ ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഉണ്ടാക്കുക. കാരണം ഇനി നിങ്ങൾ പതുക്കെ നിങ്ങളുടെ അക്കാഡമിക് ജേണിയിലോട്ട് നിങ്ങൾ എന്ത് ചെയ്യാണ്, കിടക്കുകയാണ്. അപ്പൊ ഇന്നത്തെ ഈ ഒരു സെഷനിൽ ഞങ്ങളോടൊപ്പം സഹകരിച്ചതിന് നിങ്ങൾക്ക് എല്ലാവരോടും നമ്മുടെ ഭാഗത്തു നിന്ന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോ വീണ്ടും നമ്മുടെ സ്ലോഗൻ ഒന്നും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ നിർത്തുകയാണ്. ഇഗ്നൈറ്റ്, ഇന്നോവേറ്റ് ആൻഡ് ഇന്റഗ്രേറ്റ്. താങ്ക് യു ഫോർ ജോയിനിങ്.